Hello teachers, good evening. Educational psychology in the third unit, motivation and learning. That's the രണ്ടാമത്തെ session ആണ്. So let me welcome you all to the session. Motivation ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ലേണിംഗിലേക്കാണ് പോവുക. So some learning theories are waiting for us. കുറച്ച് ലേണിംഗ് തിയറികൾ ഉണ്ട്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ ഡിസ്കഷൻ പോകേണ്ടതുണ്ട്. സോ നമ്മുടെ പ്രസന്റേഷനിക്ക് പോവാണ്. സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? യൂണിറ്റ് 3 മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. സോ ഹിയർ we studied the meaning and definition of motivation. Some definitions are there, and what are the characteristics of motivation or motive. Some kinds of motives are there. പിന്നെ മോട്ടിവേഷൻ തിയറികൾ ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ ഓരോ തിയറിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. പിന്നെ അതിലൊരു തിയറി വന്നത് മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള ഹയറാർക്കിയൽ നീഡ്സ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതില് 7 തിയറികളാണ്, 7 നീഡ്സ് ആണ് കണ്ടത്. പിന്നെ ഇതിന്റെ ഒരു പൊതുവെ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു ഷോർട്ട് ഗ്രൂപ്പാണ്, 5 നീഡ്സ് ഉള്ളതാണ്. അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്, പിന്നെ അതിൽ തന്നെ ഡെഫിഷ്യൻസി നീഡും ഗ്രോത്ത് നീഡ്സും, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഴ്സ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ആസ്പിറേഷൻ എന്നുള്ള ഒരു ടേം, 2 types of motivation, extrinsic and intrinsic motivations, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റ്സ്, ആൻഡ് മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ഇൻ ദ ക്ലാസ് റൂം. എങ്ങനെയാണ് കുട്ടികളെ ഒരു മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള സ്ട്രാറ്റജികൾ എന്താണ്. ദെൻ ഹൗ ക്യാൻ ബി എ മോട്ടിവേറ്റിംഗ് ടീച്ചർ. അങ്ങനെ എല്ലാ സമയത്തും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് വൈബാക്കി നിർത്തുന്ന ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, അതിലുള്ള കുറച്ച് പോയിന്റ്സ്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. പിന്നെ ലേണിംഗ് എന്നുള്ള പാർട്ടിലേക്കാണ്. ഇതിൽ റിപ്പീറ്റിംഗ് കാണിക്കാനുള്ള കാരണം ലേണിംഗ് എന്താണ്, അതിന് നാച്ചുറൽ ഡെഫിനിഷനൊക്കെ ഓൾറെഡി വന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ലേണിംഗിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ? അപ്പൊ അത് ഓൾറെഡി വന്നതായത് കൊണ്ടാണ് ആക്ച്വലി ഇതിലിവിടെ വീണ്ടും ഉൾപ്പെടുത്താത്തത്. ഇനി വരാത്ത ഭാഗങ്ങളിലേക്കാണ് പോണത്. നാച്ചുറൽ ഓഫ് ലേണിംഗ് ആണ്, അഥവാ പഠനത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്നുള്ളതാണ്. ഇത്ര കാലം പഠിച്ച് ഡിഗ്രി വരെ പഠിച്ച് ഞങ്ങളോടാണോ പഠനത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ലേണിംഗ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ലേണിങ്ങിനെ സയന്റിഫിക്കായി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലേണിംഗ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ്. ലോകത്തെല്ലായിടത്തും പോയാൽ ലേണിംഗ് കാണാം. ഏതൊരു സന്ദർഭത്തിലും ലേണിംഗ് ഉണ്ട്. ലൈഫിന്റെ ഏതൊരു സിറ്റുവേഷനിൽ ലേണിംഗ് ഉണ്ട്. ഉണ്ടോ? അഥവാ നിങ്ങൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഓക്കെ ശരി സമ്മതിച്ചു എന്ന് പറയും. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ് അടുക്കളയിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെന്ന് പറഞ്ഞാല് അപ്പോഴും ലേണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കും. എങ്ങനെ സമ്മതിക്കും? അവിടെ നിങ്ങൾ എന്ത് പഠിക്കണം? പുസ്തകം കൊണ്ടാണോ ഫുഡ് കഴിക്കാൻ പോലെ? പുസ്തകത്തിൽ നിന്നുള്ള പഠനം മാത്രല്ലല്ലോ ലേണിംഗ്. വേറെന്താ ലേണിംഗ്? ഇപ്പൊ നമ്മളുടെ ഈവൻ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ടേബിൾ മാനേഴ്സ് നമ്മൾ പുസ്തകത്തിൽ നിന്നല്ലല്ലോ പഠിക്കുന്നത്, നമ്മള് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതല്ലേ. പഠിച്ചിട്ടില്ല എന്നുള്ള സത്യല്ലേ? വളരെ കുറച്ച് മാത്രമേ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്നോ സിറ്റുവേഷനിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. ഫോർമലും ഇൻഫോർമലും നോൺ ഫോർമലും ഒക്കെ ലേണിങ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പൊതുവെ ഒരു ഫോർമൽ ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് മാത്രം. ശരിക്കും നമ്മൾ ഫോർമൽ ലേണിങ്ങിൽ പഠിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മൾ ഇൻഫോർമൽ ലേണിങ്ങിലും അല്ലെങ്കിൽ നോൺ ഫോർമൽ ലേണിങ്ങിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ജനിച്ച മുതൽ മരിക്കോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനെ നമ്മളൊരു ഫോർമൽ ലേണിങ്ങിലേക്ക് കൊണ്ടുവരാണെങ്കിലും ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മള് ശരിക്കും നമ്മളല്ലേ ഒരു പഠനത്തിന്റെ ഒരു എൻഡ് എന്താ? ലേണിങ്ങിന്റെ അവസാന വാക്ക് എന്താ? ഇങ്ങനെ ഒരു എൻഡ് ഇല്ല, എത്ര വേണേലും പഠിക്കാലോ. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോണ്ടത്? 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെ റെഗുലർ സാധനമാണെന്നുണ്ടെങ്കിൽ +2. ഫോർമൽ എഡ്യൂക്കേഷൻ. +2 കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞാല്
PG PG കഴിഞ്ഞാലോ? എംഫിലിന് പോവാമായിരുന്നു, അല്ലെങ്കിൽ PhD ചെയ്യാം. ഓക്കെ, PhD കഴിഞ്ഞാലോ? പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഒക്കെ അല്ലേ? അത് കഴിഞ്ഞാല് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഗ്രി അല്ലല്ലോ, സെക്കൻഡ് ഡിഗ്രി എടുക്കാം, തേർഡ് ഡിഗ്രി അല്ല, എടുക്കാം, ഏകദേശം അത് അവിടെ ഒരു സെക്കൻഡ് PG അവസാനല്ലേ? എടുക്കാം, തേർഡ് PG എടുക്കാം, അങ്ങനെ എടുക്കാലോ. അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി എടുക്കാന്നൊക്കെ പറയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ 3ാമത്തെ ഡിഗ്രി. ഓക്കെ, 3ാമത്തെ ഡിഗ്രിയാ? ആ യെസ്, ഗുഡ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ PhD എടുത്താൽ ഏകദേശം അവിടെ ഒരു അവസാനമായി എന്ന് പറയാം അല്ലെ. പക്ഷെ നമ്മളൊരു സബ്ജക്റ്റ് അല്ല, ഈ പറഞ്ഞ പോലെ ഒന്നിലധികം സബ്ജക്റ്റിൽ ഒന്നിലധികം ഡിഗ്രികൾ, ഒന്നിലധികം PGകൾ എടുത്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. പിന്നെ നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചുണ്ടല്ലോ, ഈ ഡിഗ്രി PG ഇനി 1-2 മതി. അതിനപ്പുറത്ത് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ടീച്ചിങ്ങിലേക്ക് വരുന്ന കുറെ കോഴ്സുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറെ കോഴ്സുകളുണ്ട്. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ദെൻ റിസൾട്ട്സ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. ഇതിൽ നമ്മൾ ഈ ലേണിംഗിന്റെ റിസൾട്ട്സ് നമുക്കൊരു പെർഫോമൻസിലേക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ പേർപ്പസീവ് ആണ്. സോ ദർ ഇസ് എ പർപ്പസ് ഫോർ എവറി ലേണിംഗ്. എന്ത് പഠിക്കുകയാണെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട്, അഥവാ അതിന് കൃത്യമായ ഒരു ലേണിംഗ് ഔട്ട്കം ഉണ്ട്, ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ, 5 മൾട്ടിപ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ്. വ്യത്യസ്തമായ കുറെ സബ്ജക്റ്റുകൾ, വ്യത്യസ്തമായ കുറെ ആശയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആണ് എന്നൊക്കെ പറയാം. ദെൻ റിലേറ്റഡ് ഓർ കണക്റ്റഡ് വിത്ത് എക്സ്പീരിയൻസ്. ലേണിംഗ് എപ്പോഴും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നടത്തുന്നത്. ആ ടേമുകൾ പഠിച്ചോ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. പഠിച്ചിട്ടുണ്ടോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്? ടേമോ പഠിച്ചിട്ടില്ല, പക്ഷെ ആ ഒരു ഐഡിയ മനസ്സിലായി. മനസ്സിലായോ? ഓക്കെ, ഏതായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് പഠിക്കേണ്ടത്. എക്സ്പീരിയൻസ് ത്രൂ ആണ് പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ ലേണിംഗ് ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ നാച്ചർ ഓഫ് ലേണിംഗ്. ഇന്നില്ലേ ചെറിയ കോട്ടുവായിടാനും അല്ലെങ്കിൽ ചെറിയ ക്ഷീണം കാണിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം അറിയില്ലേ? എന്താ മടിയായിരിക്കും, വയറ് ഫുള്ളാണോ? യെസ്, ദാറ്റ് ഈസ് മടിയൊന്നല്ല. പിന്നെ മുബീന പറഞ്ഞ പോലെ ആ സാധനം നേരത്തെ കഴിച്ചുപോയി. ഇനി അപ്പൊ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എന്തായിരുന്നു സർ? MANDHI മന്തി. അപ്പൊ അത് ക്ഷമിക്കണം എന്ന് പറയാ. പ്രാക്ടീസ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്. ഓക്കെ, അടുത്തത് നമുക്ക് ലേണിംഗിൽ നമ്മൾ എന്തൊക്കെ ബാധിക്കും, അഥവാ ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ ലേണിംഗ് ഇല്ല. റൈറ്റ്, ഒന്ന് മോട്ടിവേഷൻ ആണ്. അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആവാം, എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ആവാം, അഥവാ നമ്മുടെ ഇന്റേണൽ, നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ ആവാം, അതല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇതിലേതാണ് നമ്മൾ ഏറ്റവും എഫക്റ്റീവായ മോട്ടിവേഷൻ ഏതാ? ഇൻട്രിൻസിക് ആണോ എക്സ്റ്റൻസിക് ആണോ? ഇൻട്രിൻസിക് ആണ്. അപ്പൊ എക്സ്റ്റൻസിക്കിനേക്കാൾ പവർഫുൾ ആണ് ഇൻട്രിൻസിക് എന്നാണോ താങ്കൾ പറയുന്നത്? അതെ. ഓക്കെ, അതാണ്. കാരണം വെച്ചാലേ എക്സ്റ്റൻസിക് ആയിട്ട് നമുക്ക് എത്ര മോട്ടിവേഷൻ തന്നാലും നമ്മൾ മോട്ടിവേറ്റഡ് ആയോ എന്ന് വിലയിരുത്താൻ പറ്റില്ല. 2 നീഡാണ്, അഥവാ ഈ പഠിക്കുന്ന വ്യക്തിക്ക് ഒരു ആവശ്യം വേണം അല്ലേ? നമുക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ? വേറൊരാൾ നമ്മോട് പഠിക്കാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് പഠിക്കണം എന്ന ചിന്ത വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് വില കൊടുത്തും പഠിക്കും അല്ലേ? അപ്പം അതാണ് 2. 3 മെച്ചുറേഷൻ ആണ്. മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്ചുറേഷൻ ലേണിംഗ് തമ്മിൽ ബന്ധം തൊട്ടികളെ അല്ല താത്തമാരെ? എന്തായാലും ഉണ്ടാത്ത താത്തമാരെ വിളിച്ചിട്ടാ? ഹലോ, സാരെന്തിനാ അങ്ങനെ വിളിച്ചത്? എല്ലാവർക്കും ഫീലായി. ഞാനിവിടെ ഇല്ലേ. മെച്യൂരിറ്റി ലേണിംഗ് തമ്മിൽ ബന്ധമുണ്ട്. കാരണം മോർ മെച്ചുവേർഡ് ആണെന്നനുസരിച്ച് നമുക്ക് ലേണിംഗ് ഒന്നുകൂടി സീരിയസ് ആയി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, 5 ദ ലെവൽ ഓഫ് ഇന്റലിജൻസ്. നമ്മുടെ IQ, ഇന്റലിജൻസും ലേണിംഗും തമ്മിൽ ബന്ധമുണ്ട്. ഇന്റലിജൻസ് കൂടുന്നിടത്തോളം ലേണിംഗ് എന്ത് ചെയ്യും?
ഫാസ്റ്റ് ആവും അല്ലെ, ക്വിക്ക് ആവും, ഇഫക്റ്റീവ് ആകും എന്നൊക്കെ പറയാം. ദെൻ അറ്റൻഷനും ലേണിംഗും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഞാൻ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ യു ഷുഡ് ബി അറ്റൻറ്റീവ്. നിങ്ങൾ കേട്ടിരുന്നാലാണ്, നമ്മൾ അതിനെ ശ്രദ്ധിച്ചാലാണ് മനസ്സിലാവുള്ളൂ. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് അറിയോ ടീച്ചേഴ്സെ? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മള് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ വീഡിയോസ്. ഇതിൽ ആർക്കെങ്കിലും ഒരു 10 ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് പറയാൻ പറ്റുമോ? ഇറ്റ്സ് എ ചാലഞ്ച്. ആർക്കും പറ്റൂലേ? ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ? ഓക്കെ, എന്നാ നിങ്ങൾക്ക് അറിയണ പറയും, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പറയാം. പറയൂ. വീഡിയോ, പോസ്റ്റർ, ചാർട്ട്, വീഡിയോ, പോസ്റ്റർ, ചാർട്ട്, പ്ലക്കാർഡ്, ഫ്ലാഷ് കാർഡ്. ഇത് തമ്മിൽ ഡിഫറൻസ് അറിയോ? പ്ലക്കാർഡും ഫ്ലാഷ് കാർഡും ഡിഫറൻസ് അറിയോ? ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്ലക്കാർഡ്, ഫ്ലാഷ് കാർഡ്, പിന്നെന്താ? 6th പോസ്റ്റർ കൂട്ടിയോ സർ? പ്രസന്റേഷൻ, ഡോക്യുമെന്റ്സ്, പ്രസന്റേഷൻ, PPT, പവർ പോയിന്റ് പ്രസന്റേഷൻ, ആനിമേഷൻസ്, ഡോക്യുമെന്ററി, ഫിലിംസ് പറ്റുമോ? ഷോർട്ട് ഫിലിംസ്, വീഡിയോ ഇതൊക്കെ പോടും. പസിൽസ് പറ്റും. ചാർട്ടിന് ഒരു 5-6 വിധം ചാർട്ട് ഉണ്ട് കേട്ടോ. കോണ്ടന്റ് ചാർട്ട്, പിക്ചർ ചാർട്ട്, ട്രീ ചാർട്ട്, ഫ്ലിപ്പ് ചാർട്ട്, ഫ്ലോ ചാർട്ട്, പിന്നെ ടാബുലാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് 6 വിധം ചാർട്ട് ഉണ്ട്. പിന്നെ എന്താ, സ്റ്റിൽ മോഡല്, വർക്കിംഗ് മോഡല്, റിയലിയ പറഞ്ഞാല് റിയൽ ഒബ്ജക്ട്, ബ്രിങ്ങിങ് റിയൽ ഒബ്ജക്ട് ഇൻ ദ ക്ലാസ് റൂം. പിന്നെ മിനിയേച്ചർ ആണോ? മിനിയേച്ചർ ഒന്നുമില്ല, റിയൽ ഒബ്ജക്ട്. പിന്നെ വർക്ക് ഷീറ്റ് അറിയോ എന്താന്ന്? എന്താ? ചാപ്റ്റർ കഴിഞ്ഞ ടൈമില് അതിൽ എന്തൊക്കെ പഠിച്ച് ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ വർക്ക് ഷീറ്റ് കൊടുക്കൂലേ? വർക്ക് ഷീറ്റ് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാനുള്ള ഷീറ്റ്. പിന്നെ വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡലൊക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ അപ്പൊ 10 ഓക്കെ. സോ ഇത്തരം ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചാല് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ. 8 ഫീൽഡ് ഓഫ് ലേണിംഗ് ഷുഡ് വൺസ് ആപ്റ്റിറ്റ്യൂഡ്. ഫീൽഡ് ഓഫ് ലേണിംഗ്, നമ്മൾ ഏത് മേഖലയിൽ പഠിക്കണു, എന്ത് ടോപ്പിക് പഠിക്കണു എന്നുള്ളത്. ദെൻ ഗൈഡൻസ്, എപ്പോഴും നമുക്കൊരു ഗൈഡൻസ് വേണം. ഗൈഡൻസ് നമുക്ക് വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മെന്ററിങ് വേണം. ഒരു മെന്റർ, ഒരു ഗൈഡ്. എന്തിനാ മെന്റർ അല്ലെങ്കിൽ ഗൈഡ്? എന്താണ് ഇമ്പോർട്ടൻസ് ഗൈഡിന്റെ അല്ലെങ്കിൽ മെന്ററുടെ? നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സം നമ്മളെ മനസ്സിലാക്കി നമുക്ക് ഫോക്കസ് ചെയ്യാനും നമ്മളെ നയിക്കാനും ഒരാള്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനേ. എന്തെടുക്കണം, എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, എന്തിൽ ഫോക്കസ് ചെയ്യണം, എന്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യരുത്, എത്ര എഫേർട്ട് ഇടണം, ഏതിൽ എഫേർട്ട് ഇടണം, എപ്പോ എഫേർട്ട് ഇടണം എന്നൊക്കെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മെന്ററിങ് വേണം. ഓക്കെ, എല്ലാ പ്രൊഫഷണൽസിനും ഉണ്ടാവേണ്ട, മസ്റ്റായി ഉണ്ടാവേണ്ട ഒരു സാധനമാണ് മെന്ററിങ്. ഓക്കെ, അപ്പം അത് വേണം. 10 ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പോസിറ്റീവ് ലേണിംഗ്. അഥവാ ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ലേണിംഗ് വേണം, ആൻഡ് പോസിറ്റീവ് ലേണിംഗ് വേണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ലേണിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം. പലതരത്തിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇഫക്റ്റീവ് പ്രാക്ടീസ് ഓഫ് ലേണിംഗ് ആണ്. അഥവാ പഠനത്തിനെ എങ്ങനെ എഫക്റ്റീവ് ആക്കാം, അതിന് പല മെത്തേഡ്സ് ഉണ്ട് പഠനത്തിനെ എഫക്റ്റീവ് ആക്കാനൊക്കെ ഉള്ള. അതിന്റെ പേരൊക്കെ ഉണ്ട്, ടെക്നിക്കൽ പേരുണ്ട്, ഞാനത് ഓർക്കണില്ല. അതിലൊരു ടേമാണ് ഒരു 10 മിനിറ്റ് പഠിക്കുന്നു,
2 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ 30 മിനിറ്റ് പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അത്തരത്തിലുള്ളത്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നു, സിമ്പിൾ ടു കോംപ്ലക്സ്, അതല്ലെങ്കിൽ മിക്സഡ് വെയിറ്റേജ്, ഇങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറീസ് ഉണ്ട്, അല്ലെങ്കിൽ പല സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓർ പെർസെപ്ഷൻ ഓൺ മീനിങ് ഫുൾ ലേണിംഗ്, പഠനത്തെ വളരെ മീനിങ് ഫുൾ ആയി പഠിക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റീവായി പഠിക്കാന്നോ, മനസ്സിലാക്കി പഠിക്കാന്നോ, കോംപ്രഹെൻസിബിൾ ആയി പഠിക്കാന്നൊക്കെ പറയാൻ പറ്റും. 13 റിലേറ്റ് പ്രസന്റ് നോളജ് വിത്ത് പാസ്റ്റ് നോളജ്. എപ്പോഴും ഒരു ന്യൂ നോളജാണ് നമ്മൾ ലേണിംഗിലൂടെ എത്തുണ്ടാവുക. സോ അതിനെ പ്രിയർ നോളജുമായി അല്ലെങ്കിൽ പാസ്റ്റ് നോളജുമായി കണക്ട് ചെയ്ത് പഠിക്കുക. 14 റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കുക, പണിഷ്മെന്റ് ഇടയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഒരു 14 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കണ്ടത്. ഇതിന് പ്രത്യേകിച്ചൊരു സിമ്പിൾ ആണ്, കോംപ്ലക്സ് അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മൾ നേരെ ലേണിംഗ് തിയറിയിലേക്ക് പോകുന്നു. So psychologists observed different learning situations and studied the nature of the learning process. പഠനത്തിന്റെ നിരീക്ഷണം അല്ലെങ്കിൽ പഠനത്തിന്റെ വ്യത്യസ്തമായ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് സൈക്കോളജിസ്റ്റുകൾ കൃത്യമായി പഠിക്കുകയും ലേണിംഗ് പ്രോസസ് എങ്ങനെയാവണം, അതിന്റെ നാച്ചുർ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായി തിയറികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ഹോൾ ഡിഫറെന്റ് വ്യൂസ്. ചില ആളുകൾ ബിഹേവിയറിസ്റ്റ് ആണ്, ചില ആളുകൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, ചില ആളുകൾ അങ്ങനെ പല മെത്തേഡ്സ്, പല സ്ട്രാറ്റജിയിലൂടെ പഠിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പല സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ദേ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ലേണിംഗ് പ്രോസസ് ആസ് തിയറി ഓഫ് ലേണിംഗ്. സോ അങ്ങനെ എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതാണ് തിയറി ഓഫ് ലേണിംഗ്. ഓക്കെ, എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്താണ് പഠനം എന്ന് പറയുന്നതാണ് തിയറി ഓഫ് ലേണിംഗ്. ഇവിടെ ടു മേജർ സിസ്റ്റം ഓഫ് ലേണിംഗ് തിയറീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേണിംഗ് തിയറീസ് ആർ ക്ലാസിഫൈഡ് under 2 major systems. First one, association theory, and second one, field or cognitive theory. ഈ അസോസിയേഷൻ തിയറി ബിഹേവിയറിസം തിയറി ഒക്കെയാണ്. നമ്മളൊരു ആക്ഷൻ കണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പുറമേ നിന്നൊരു ആക്ഷൻ കിട്ടി അതിനുള്ള റിസൾട്ട് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതൊക്കെയാണ് അസോസിയേഷൻ തിയറി എന്ന് പറയാം. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. വരുന്ന സ്ലൈഡുകളിൽ അത് കാണാൻ പറ്റും. 2 കോഗ്നിറ്റീവ് തിയറി ഓർ ഫീൽഡ് തിയറി ആണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്, ബുദ്ധി ഉപയോഗിച്ച് അതിന് മൊത്തമായ ആശയത്തെ മനസ്സിലാക്കി പഠിക്കുന്ന രൂപങ്ങളൊക്കെയാണ്. ഈ തിയറികളിൽ ചില തിയറികൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് അസോസിയേഷൻ തിയറി, എന്താണ് ഫീൽഡ് തിയറി എന്നുള്ളതാണ് ഇനിയുള്ള ഒരു 1-2 സ്ലൈഡുകളിൽ നമ്മൾ പറയാൻ പോണത്. അപ്പൊ ആദ്യം അസോസിയേഷൻ തിയറിയാണ്. അത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ്, SR തിയറി. ഓക്കെ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് നോക്കി കേൾക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കത്തുന്നുണ്ടോ? സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് കേൾക്കുമ്പോൾ നെർവസ് സിസ്റ്റം ആണോ? നെർവസ് സിസ്റ്റം എന്നല്ല. പോയിട്ടില്ലേ? ഹോർമോണിന്റെ എന്തെങ്കിലും ആണോ? ഹോർമോൺ എന്നല്ല, വെറുതെ കാട് കയറി ചിന്തിക്കല്ലേ. താഴെ അടിയിൽ നിന്നാ മതി. ഞാൻ ചോദിച്ച ഉത്തരം പറയും. സ്കൂളിൽ പോയിട്ടില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ടീച്ചർ ചോദിച്ചാൽ അപ്പൊ തന്നെ ആൻസർ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഒന്ന് മിണ്ടാതൊക്കെ, ഞാൻ ചോദിക്കുന്ന ആൻസർ പറയും. സ്കൂളിൽ പോയിട്ടില്ലേ? യെസ്, പോയിട്ടുണ്ട്. ഉച്ചക്ക് ബെല്ലടിക്കൂലേ? ലഞ്ച് ബ്രേക്കിന് ബെല്ലടിക്കൂലേ? എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണോ? അതിലൊന്നും മിണ്ടാതെക്കോ? അല്ല, അത്ര ഞാനതൊന്നും പറയട്ടെ. പിന്നെ ബെല്ലടിക്കുമ്പോഴേ നിങ്ങൾക്ക് അവിടെ ആ ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചാൽ നമുക്ക് എന്താ അവിടെ നെക്സ്റ്റ് ഫീൽ ചെയ്യാ? എന്താ നമ്മൾ ചെയ്യാ? വിശക്കുക. ബെല്ലടിച്ച ഒറ്റ വിശക്കല. നമുക്ക് ഫുഡ് കഴിക്കണം തോന്നൂലേ? അതെ, അതന്നെ വിശപ്പ് അല്ലേ? തോന്നും. ഓക്കെ, ഇനി 4 മണിക്ക് 4:30 നമ്മൾ ദേശീയഗാനം ഇങ്ങനെ ചൊല്ലുമ്പോ നമുക്ക് എന്താ അടുത്ത് ഫീൽ ചെയ്യാ? ദേശീയഗാനം ഒറ്റ ഓട്ടം അല്ലെ? ബാഗ് എടുക്കണം, വീട്ടിൽ പോണം. അവിടെ ആക്ച്വലി ആ ബെല്ല് അല്ലെങ്കിൽ ദേശീയഗാനം എന്നുള്ള സ്റ്റിമുലസ് നമ്മളിൽ വിട്ടു പോകണം അല്ലെങ്കിൽ ഓടണം എന്നുള്ള റെസ്പോൺസ് ആണ് എന്ത് ചെയ്യണത്, കണക്ട് ചെയ്യണത്. ലഞ്ച് ബ്രേക്കിന്റെ ബെല്ല് കേൾക്കുമ്പോൾ ഫുഡ് എന്നുള്ള സാധനം നമുക്ക് അവിടെ കണക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇല്ലേ?
അത്തരത്തിലുള്ള ഒരു സാധനമാണ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള നമ്മുടെ വേറൊരാളുടെ പ്രവർത്തനം നമുക്കൊരു സ്റ്റിമുലസ് ആയി നമ്മളിലേക്ക് വരികയും നമ്മളിൽ അത് റെസ്പോൺസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പൊ ബിരിയാണി കണ്ടാല് വായിൽ വെള്ളം ഊറും, അതല്ലെങ്കിൽ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായാല്. ദെൻ ക്രിയേറ്റീവ് ഒരു ഫീൽഡ് തിയറി പറയുന്നത് ക്രിട്ടിക്കൽ ഓഫ് മെക്കാനിക്കൽ അസോസിയേഷൻ ആൻഡ് ഗ്രേറ്റർ എംഫസിസ് ഓൺ ഇന്റേണൽ മെന്റൽ പ്രോസസ്. അഥവാ നമ്മൾ പഠിച്ചതും മുന്നേ പഠിച്ചതും ഇപ്പോൾ പഠിച്ചെടുക്കുന്നതൊക്കെ തമ്മിൽ നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഇന്റേണൽ പ്രോസസ് നടക്കുന്നുണ്ട്. അതാണ് പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ അസോസിയേഷൻ തിയറി എന്നുള്ള ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ്. ക്രിയേറ്റീവ് ഓർ ഫീൽഡ് തിയറിയിൽ പറയുന്നത് കൊഗ്നിറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. റൈറ്റ്. സോ അതില് ഫീൽഡ് അഥവാ ഫീൽഡ് തിയറിയിൽ ഫീൽഡ് എന്ന് പറയുന്നത് ടോട്ടൽ സൈക്കോളജിക്കൽ വേൾഡ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓപ്പറേറ്റ്സ് അറ്റ് എ ഗിവൺ മൊമെന്റ്. ഒരു വ്യക്തി നമ്മുടെ സൈക്കോളജിക്കൽ വേൾഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവന്റെ ബ്രെയിന് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ആ ഇൻഡിവിജ്വൽ റിയാക്ട് നോട്ട് ടു ദി എൻവയോൺമെന്റ് ബട്ട് ഹി പെർസീവ്സ് ഇറ്റ്. ഒരു ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ, ഈ ഫീൽഡ് തിയറി പറയണത് ഒരു വ്യക്തി നമ്മളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയാല് അതിനെ ആ വ്യക്തി എങ്ങനെ കാണുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അതിനോട് പ്രതികരിക്കുക. അഥവാ തൻ്റെ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ മെന്റൽ പ്രോസസ്സിൽ ഞാൻ എങ്ങനെയാണോ ഈ സിറ്റുവേഷനെ റിസീവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പെർസീവ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ഞാൻ പെരുമാറുക, ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡ് തിയറിയിൽ പറയുന്നത്. ഇറ്റ് അറൗസ് ഔട്ട് ഓഫ് ദ ജസ്റ്റാൾട്ട് പോയിന്റ് ഓഫ് വ്യൂ. കാര്യങ്ങളെ മൊത്തമായി മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ജസ്റ്റാൾട്ടിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു തിയറിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട്. ഇതുണ്ടോ, അസോസിയേഷൻ തിയറി, ഫീൽഡ് തിയറി, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഫീൽഡ് തിയറീസ്. ഇപ്പൊ ഇതിൽ അസോസിയേഷൻ തിയറി പറയുന്നത് ലേണിംഗ് ഈസ് ഫോർമേഷൻ ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് SR കണക്ഷൻ. അഥവാ സ്റ്റിമുലസ് ഉണ്ടെങ്കിലാണ് റെസ്പോൺസ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാവുക, ഫുഡിന് പോകണമെന്നുള്ള ആഗ്രഹം വല്ലാതെ വരിക. ദേശീയഗാനം കേൾക്കുമ്പോഴാണ് വീട്ടിലേക്ക് ഓടണം എന്നുള്ള ഒരു ആഗ്രഹം വല്ലാണ്ട് വരിക. എന്നാൽ ഫീൽഡ് തിയറിയിൽ ലേണിംഗ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് എക്സ്പീരിയൻസസ് ഇൻ ടു കോഗ്നിറ്റീവ് സ്ട്രക്ചർ. നമ്മൾ എന്ത് ചെയ്യാണ്, ബുദ്ധി ഉപയോഗിച്ച് ഇത് 4 മണി ആയിട്ടുണ്ട്, ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഫീൽഡ് തിയറിയിൽ വരുന്നത്. അസോസിയേഷനിൽ രണ്ടാമത്തെ പോയിന്റ് ലേണിംഗ് പ്രൊസീഡ്സ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് ലേണിംഗ് നടക്കാനാണ്. എന്നാൽ ഫീൽഡ് തിയറി ലേണിംഗ് ബിഗിൻസ് വിത്ത് ദ പെർസെപ്ഷൻ ഓഫ് ദ ഹോൾ imperfectly and the progressive clarification of the whole. ലേണിംഗ് നടക്കുകയെന്ന് വെച്ചാൽ വിത്ത് ദ പെർസെപ്ഷൻ ഓഫ് ദ ഹോൾ, മൊത്തമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതൊരു പക്ഷെ ഇംപെർഫെക്റ്റ് ആയേക്കാം, എന്നാൽ ദ പ്രോഗ്രസീവ് ക്ലാരിഫിക്കേഷൻ ഓഫ് ദ ഹോൾ, പിന്നീട് അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ കാര്യങ്ങളെ ആസ് എ ഹോൾ നമ്മൾ മൊത്തമായി ഒന്നിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യാന്നാണ് ഫീൽഡ് തിയറിയിൽ. അസോസിയേഷൻ തിയറിയിൽ ആദ്യം സിംപ്ലൈ പിന്നെ കോംപ്ലക്സിലേക്ക് പോകുന്ന രൂപത്തിലാണ് ലേണിംഗ് നടക്കുക എന്നാണ്. രണ്ട് രീതിയാണ് പറയുന്നത്. ഈ രണ്ട് രീതിയും ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് അസോസിയേഷൻ തിയറി ആണോ ഫീൽഡ് തിയറി ആണോ ശരി തോന്നുന്നത്? കോംപ്ലക്സിലേക്ക് ഒരു എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞു. സിമ്പിൾ ടു കോംപ്ലക്സ് ഉദ്ദേശിക്കുന്നില്ല. ആദ്യം നമുക്ക് ഈസി ആയത് പഠിക്കും, പിന്നെയാണ് കോംപ്ലക്സ് ആയതിലേക്ക് പഠിക്കുക എന്ന് പറയുള്ളൂ. നമ്മളൊരു ഉദാഹരണത്തെ കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, ഇപ്പൊ കാറ് എന്ന സാധനം നമുക്ക് ആദ്യം പഠിക്കുക 4 ചക്രങ്ങളുള്ള ഇന്ന ഷേപ്പിലുള്ള ഒരു ഇതിനെ കാറ് എന്ന് വിളിക്കും. പിന്നെ നമുക്ക് മനസ്സിലാവും കാറിന് പല നിറങ്ങളുണ്ട് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവും പല കമ്പനികളുടെ പല ഫീച്ചേഴ്സ് ഉള്ള പല വിലയിലുള്ള കാറുകളൊക്കെ ഉണ്ട്. അത് അതിന്റെ ഒരു കോംപ്ലക്സ് ആണ് അല്ലെ. നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താ, കാർ എന്നൊരു സിമ്പിൾ പ്രോസസ്സിനെ കുറിച്ചല്ലേ. മനസ്സിലായി. ഇതിൽ ഏത് തിയറിയാണ് ശരിക്ക് നമ്മൾ റിയൽ ആയിട്ട് നമ്മളെ ബ്രെയിനിൽ നടക്കണേ? അസോസിയേഷൻ ആണോ ഫീൽഡ് തിയറി ആണോ? അസോസിയേഷൻ തിയറി. ഇന്ന് രണ്ടും ഉണ്ട് കേട്ടോ. രണ്ട് സൈക്കോളജി, 2 പെർസ്പെക്റ്റീവ് പറഞ്ഞുള്ളൂ, രണ്ടും നടക്കുന്നുണ്ട്. 3 മെക്കാനിസ്റ്റിക് ഇൻ ദിയർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലേണിംഗ്. മെക്കാനിസ്റ്റിക് ആണ്, അഥവാ നമ്മൾ എന്താണോ കണ്ടത് അതേപോലെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. ഇവിടെ 3 ഇന്റർപ്രറ്റ് ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ബ്രെയിൻ ഉപയോഗിച്ച് ഓരോന്നും ഇന്റർപ്രറ്റ് ചെയ്യും, വ്യാഖ്യാനിച്ച് അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ പോയി മനസ്സിലാക്കും. 4 ഡു നോട്ട് അട്രിബ്യൂട്ട് എനി മോട്ടീവ്.
അഥവാ ഇതിന് പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല എന്നാണ്. അഥവാ നമ്മൾ കാണുന്നു, നമ്മളിത് ചെയ്യുന്നു. ശരിക്കും മോട്ടീവ് വേണം കേട്ടോ, പക്ഷെ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല മാത്രം. ഫീൽഡ് തിയറി ലേണിംഗ് ഈസ് മോട്ടിവേറ്റഡ് ആൻഡ് ഗോൾ ഓറിയന്റഡ്. കൃത്യമായ മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ലേണിംഗ് നടക്കുള്ളൂ എന്നാണ് ഫീൽഡ് തിയറിയിൽ. അതിൽ അസോസിയേഷൻ പറഞ്ഞാൽ ജസ്റ്റ് കാണുന്നു, നമ്മൾ ചെയ്യുന്നു, അത് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്താൽ മതി. ഒരു വലിയ മോട്ടിവേഷന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത് കേട്ടോ. 5 എംഫോസിസ് ഈസ് ഓൺ പ്രാക്ടീസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ്. എപ്പോഴും നമുക്കൊരു റീഎൻഫോഴ്സ്മെന്റ് ആണ് ആവശ്യമാണ്. അഥവാ അത് പ്രാക്ടീസ് ചെയ്യുക. നമുക്കൊരു പ്രവർത്തനം നമ്മൾ കണ്ടു, അത് ചെയ്തു നോക്കി, അത് സക്സസ് ആയി, അതിന് നമുക്കൊരു സന്തോഷം കിട്ടിയാൽ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് എംഫസിസ് ഓൺ ഇൻസൈറ്റ്. നമുക്ക് എന്ത് കിട്ടണം? ഒരു ഇൻസൈറ്റ്. എന്ത് ഇൻസൈറ്റ് ആണാല്? ഉൾക്കാഴ്ച എന്നാണോ? ഒരു ഉൾക്കാഴ്ച, ഉൾവിളി, ഒരു ബോധം എന്നൊക്കെ പറയാൻ പറ്റും. അതുണ്ടാവണം. അത് നമുക്കത് ഇത് വേണം എന്ന് നമുക്ക് തോന്നണം, അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. Then 6 transfer of learning is due to the principles of common or identical elements present in the two learning task. So transfer of learning is due to the principle of common or identical elements. ചിലപ്പോ ഒരു കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള ഒരു എലമെന്റ്സ് ആണ് അവിടെ ഉണ്ടാവുക. ഫീൽഡ് തിയറിയിൽ ട്രാൻസ്ഫർ ഈസ് ഡ്യൂ ടു ദ പോസിബിലിറ്റി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 ടാസ്ക് ലേൺഡ്. നമ്മൾ പഠിച്ച 2 പ്രവർത്തനങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻ, എന്താണ് പോസിബിലിറ്റി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചാണ് അതിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ളൊരു അസോസിയേഷൻ തിയറി ആൻഡ് ഫീൽഡ് തിയറി എന്നുള്ള 2 തിയറിയിലൂടെയാണ് ഇത് പഠിക്കുന്നത്. ദി ഡിഫറൻസസ് ആർ ഡിസ്കസ്ഡ് ഹിയർ. ഇനി നമ്മൾ അതിന്റെ ഈ അസോസിയേഷൻ തിയറിന്റെ ഭാഗമായിട്ടുള്ള ഓരോ തിയറികൾ 2 പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് തിയറികൾ പഠിക്കാനാണ്. ഇതിലൊന്ന് തോണ്ടേക്കിന്റെ കണക്ഷനിസം എന്നുള്ള തിയറിയാണ്. ഇതില് ഇതിൽ അതിന്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. തോണ്ടേക്കിന്റെ കണക്ഷനിസം ആസ് ആൾസോ റെഫേർഡ് ആസ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓക്കെ, നമ്മളില്ലേ എന്ത് പഠിക്കുകയാണെങ്കിലും ട്രയൽ ആൻഡ് എററിലൂടെയാണ് കടന്നു പോവുക. ആദ്യം നമ്മൾ ശ്രമിച്ചു നോക്കും, അതാണ് ട്രയൽ. പരാജയപ്പെടും, അതാണ് എറർ. അപ്പൊ നമ്മൾ വീണ്ടും ശ്രമിക്കുവോ, അതെല്ലാം അവിടെ വെച്ച് നിർത്തുവോ? നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ ശ്രമിച്ചു, അത് നമ്മൾ പരാജയപ്പെട്ടു, വീണ്ടും അതിന് ശ്രമിക്കുവോ, അതല്ലാതെ അവിടെ വിട്ടുപോരുമോ? 2 ചെയ്യണവരുണ്ടാവും അല്ലെ. ഒരു പ്രാവശ്യം ശ്രമിക്കും. നമ്മള് നടക്കാൻ പഠിച്ചില്ലേ? നടക്കാൻ പഠിച്ചതൊക്കെ എത്ര ട്രയൽ ആൻഡ് എററിലൂടെ കടന്നു പോയിട്ടാണ്. ചെറിയ മക്കളുടെ നമുക്ക് കാണാൻ കഴിയണില്ലേ? അത് നടന്നു നോക്കും, ഒരു സ്റ്റെപ്പ് വെക്കും, വീഴും, പിന്നി നിൽക്കും, വീഴും, പിന്നി നടക്കും, വീഴും, അങ്ങനെ വീണല്ലേ നടക്കാൻ പഠിച്ചത്. അതേമാതിരിയാണ് തൊണ്ടേക്കിന്റെ കണക്ഷനിസം പറയുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നൊക്കെ ഇതിന് പറയൂ കേട്ടോ. സോ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ ഹിം. നമ്മൾ എത്രത്തോളം എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് ലേണിംഗ് ഉണ്ടാവുക, നമ്മൾ പഠിക്കുക എന്നൊക്കെയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ലേണിംഗ് ആസ് എ ട്രയൽ ആൻഡ് എറർ പ്രോസസ്. പഠനം എന്ന് പറഞ്ഞാല്, പഠനം എന്ന് പറഞ്ഞാൽ എല്ലാ ലൈഫും എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആണ്. ഡെവലപ്പിംഗ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന, നമ്മൾ നേരിടുന്ന സ്റ്റിമുലി, അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേണിംഗ് നടക്കുക എന്നാണ് പറയുന്നത്. ഈ തിയറി പറയുമ്പോഴേ ഇവിടെ കണ്ടെങ്കിൽ ഒരു ക്യാറ്റ്, ഒരു പസിൽ ബോക്സ്, അതില് ഒരു ബോക്സ് ആണത്. ആ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കിക്കോണി. വെള്ളമാണോ സാറയില്? വെള്ളമൊന്നുമില്ല, ഇതിൽ ഇത്രേ ഉള്ളൂ. അവിടെ ഒരു സ്ട്രിങ് ഉണ്ടോ? ഒരു മണി അല്ലെങ്കിൽ ഒരു ഒരു ഇത് തൂക്കിട്ട് അതിന്റെ ആ ബോക്സിൽ ഒരു നല്ല വിശന്ന ഒരു പൂച്ചനെ ഒരു ക്യാറ്റിന് ഒരു ബോക്സിൽ അടച്ചിട്ടേക്കാണ്. അതിനൊരു ഡോർ ഉണ്ട്, അതിന് ട്രാപ്പ് ഡോർ എന്നാണ് കൊടുത്തേക്കണേ. അപ്പം പൂച്ചക്കുണ്ടല്ലോ പുറത്ത് നല്ലൊരു മീന് വെച്ചുകൊടുത്തിട്ടുണ്ട് കണ്ടോ, ക്യാറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഹംഗ്രി ആയിട്ടുള്ള നല്ല ഒരു പൂച്ചയാണ്. അപ്പൊ പൂച്ച ഈ ഫുഡിന് വേണ്ടി ഇങ്ങനെ അതിൽ കിടക്കുമ്പോ ആ ഒരു ബോക്സിലേക്ക് തൂക്കിയിട്ട ഒരു ഫുൾ സ്ട്രിങ് ദാറ്റ് ഓപ്പൺ ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, അതിലൊന്ന് തട്ടും, അറിയാതെ തട്ടുമ്പോ ഈ ബോക്സ് ഓപ്പൺ ആവും, പൂച്ചക്ക് ഫുഡ് കിട്ടും. ഓക്കെ, അപ്പം വീണ്ടും പൂച്ചന് ബോക്സിലിടും. അപ്പൊ പൂച്ചക്ക് ഇങ്ങനെ ഇതിൽ നടക്കും, വീണ്ടും പൂച്ച ആ ഒരു ഇതിൽ തട്ടും, ബോക്സ് ഓപ്പൺ ആവും, ഫുഡ് കിട്ടും.
അങ്ങനെ പൂച്ചക്ക് മനസ്സിലാവാണ് ഈ ഒരു ഇതിൽ തട്ടിയാലാണ് എനിക്ക് ഫുഡ് കിട്ടുക എന്ന് ഒരു ലേണിങ്ങിലേക്ക് പൂച്ച എത്തും എന്നുള്ളതാണ് ഇത് തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പം അത് പൂച്ച പിന്നീട് എന്ത് ചെയ്യാണ്, തന്റെ എക്സ്പെരിമെന്റിലൂടെ തന്റെ എക്സ്പീരിയൻസ് ത്രൂ പൂച്ച അത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പറയണത്. ഓക്കെ, പൂച്ചക്ക് വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ആയിരുന്നു, ആ കൂട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ കുറെ ചിന്തിച്ചു നോക്കാം, ചിന്തിച്ച് കുറെ നമ്മൾ പറഞ്ഞ പോലെ ഫീൽഡ് തിയറി പറയുന്ന പോലെ കുറെ ചിന്തിച്ച് കണ്ട് പ്രവർത്തിക്കാം. പക്ഷെ അതിനുള്ള ചോയ്സ് അല്ല. ഇവിടെ പൂച്ച ആ ഒരു ബിഹേവിയറിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്, അതിന് റെസ്പോൺസ് കൊടുക്കുകയാണ്. പൂച്ച ആ ഇതിൽ തട്ടുമ്പോൾ അത് പൂച്ചന്റെ ഒരു അതിനുള്ള റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ്, റീഎൻഫോഴ്സ്മെന്റ് ആണ് ആ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഈ തിയറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ട്രയൽ ആൻഡ് എറർ ഉണ്ട്. പൂച്ചക്ക് അത് വേണമെങ്കിൽ വിജയിക്കും, പൂച്ച പരാജയപ്പെടുന്നുണ്ട്. പൂച്ച ആദ്യം കുറെ ഫുഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ട്രയൽ ചെയ്യുന്നുണ്ട്, അപ്പോഴൊക്കെ പരാജയപ്പെടുകയാണ്. പക്ഷെ പിന്നീട് പൂച്ചക്ക് അതിന്റെ ഒരു വിജയത്തിലേക്ക് പൂച്ച എത്തി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് എന്നതാണ്. വെൻ എ സ്റ്റിമുലസ് ഈസ് പ്രസന്റഡ് ദ ഓർഗാനിസം പിക്സ് എ റെസ്പോൺസ് ആൻഡ് കണക്ട് ഇറ്റ്. ഇപ്പൊ നമ്മളൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ചുറ്റുപാട് നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിമുലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടുക എന്നുള്ളതാണ് ഈ തിയറി പ്രകാരം. ഓക്കെ, ബൈ റിപ്പീറ്റഡ് ട്രയൽസ് ദ ഓർഗാനിസം എലിമിനേറ്റ് ദ എറർ. നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചെയ്യുന്നുവോ അത്രയും എറേഴ്സ് കുറയും എന്നാണ് തൊണ്ടേക്കിന് തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഇപ്പൊ മൊബൈൽ ഫോൺ കേടന്നു സങ്കല്പിക്കുക. അപ്പൊ ഫോൺ കേടന്നു, നമ്മൾ കുറെ ശ്രമിച്ചു, സെറ്റിങ്സ് അങ്ങോട്ടാക്കി പലതും ചെയ്തു, ശരിയായി. ഓക്കെ, അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കുറെ പ്രാവശ്യം പലതും ചെയ്തൊക്കെ പരാജയപ്പെട്ടു, അവസാനം ശരിയായി. അപ്പം നമുക്ക് മനസ്സിലായി ഇതിലൂടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്താൽ ഫോൺ ശരിയാവും. അടുത്തൊരു പ്രാവശ്യം അതേ കംപ്ലൈന്റ് വന്നാൽ നമ്മൾ ഒന്നാമത്തെ ചെയ്ത അത്രയും കാര്യങ്ങൾ അന്ന് ആ എറർ ആയതൊക്കെ നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ എന്താണോ അന്ന് വിജയിച്ചത് അതന്നെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ വീണ്ടും സക്സസ് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സ് കുറക്കാൻ പറ്റുന്ന പറയണേ. പിന്നെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ഫോൺ കേടന്ന് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്താണോ അത് നേരാക്കാൻ വേണ്ടത് അത് മാത്രം ചെയ്ത് ആ ഫോൺ നന്നാക്കും, അല്ലേ? അതാണ് എറർ ആൻഡ് ട്രയൽ തിയറി പറയുന്നത്. കുറെ എറേഴ്സ് ഉണ്ടായാൽ അത് നമ്മുടെ ട്രയൽസിന് എണ്ണം കുറക്കും, പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആവുന്നൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, there is some sort of motives that arouse and it sustains the activity. എപ്പോഴും നമുക്കൊരു മോട്ടീവ് വേണം, അഥവാ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വേണം. ഇവിടെ ഈ പൂച്ചക്ക് ഈ ഒരു ഡോർ തുറക്കാനുള്ള മോട്ടീവ് എന്താണ്? ഫുഡാണ്, അല്ലെ? ആ ഫുഡിന് വേണ്ടി ആ പൂച്ച എന്ത് റിസ്ക് കൊടുക്കാൻ തയ്യാറാണ്. സോ അതുപോലെ നമുക്കൊരു മോട്ടീവ് വേണം. ദ മോട്ടീവ് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് എ നീഡ്, എ പ്രോബ്ലം ഓർ എ ഗോൾ. ഈ പൂച്ചക്ക് ഇവിടെ ഫുഡ് എന്നുള്ള ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ വിശപ്പ് എന്നൊരു മോട്ടീവ് ഇവിടെ വേറെ ഉണ്ട്. ഒരു ഇന്റേണൽ മോട്ടീവ് ആയിട്ടുള്ള വിശപ്പ് എന്നുള്ള സംഭവം ഉണ്ട്. അത് ഉണ്ടായതുകൊണ്ടാണ് പൂച്ച എന്ത് ചെയ്യണത്, റിസ്ക് എടുത്ത് ആ ഒരു ഇതിൽ തട്ടി പൂച്ച പുറത്തേക്ക് വരുന്നത്. ഇനി വിശപ്പില്ല, പൂച്ചക്ക് തീരെ വിശപ്പില്ലാത്ത പൂച്ചയാണെങ്കിൽ പൂച്ച റിസ്ക് എടുക്കൂല. പൂച്ച ഒരു ഭാഗത്ത് പതുക്കെ കടന്നുറങ്ങുക ചെയ്യുള്ളൂ. കാരണം പുറത്ത് വെച്ച മീനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രിങ്ങോ ഒന്നും പൂച്ചന് മോട്ടിവേറ്റ് ചെയ്യൂല. ഓക്കെ, അവിടെ ഒരു നീഡ് വേണമെന്നാ പറയണത്, റൈറ്റ്? രണ്ട്, ദ ഓർഗാനിസം മേക്ക് സെവറൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ് ടു സിറ്റുവേഷൻ. അഥവാ ഓരോ മെക്കാനിസവും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസവും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും വ്യത്യസ്ത തരത്തിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വാരീഡ് റെസ്പോൺസ് എന്നാണ് പറയാം. ഓക്കെ, സോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ് ടു ദ സിറ്റുവേഷൻ. നമുക്കറിയാലോ, നമ്മൾ 10 ആളുകൾ ഒരേ സിറ്റുവേഷനിൽ കടന്നു പോവാണെങ്കിലും 10 രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുക. എല്ലാവരും ഒരുപോലെ അല്ല പ്രതികരിക്കുക. Then third, there is a progressive elimination of the irrelevant, unsuccessful form of activity. So progressive elimination of unsuccessful activity എന്ന് പറയണേ, നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടാവും. ആ പ്രവർത്തനം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിന്റെ തെറ്റിന്റെ തെറ്റ് കുറഞ്ഞു വരും. അത് നമ്മൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തും. നമ്മളല്ലേ ഒരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കിനകത്ത് കൊണ്ടുപോയി സങ്കല്പിക്കുക. ആ മെക്കാനിക്ക് ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കൊണ്ടുപോയാല് അവിടെ 2 തരം പണിക്കാരുണ്ടാവും. ഒന്ന് അവിടുത്തെ ഏറ്റവും എക്സ്പേർട്ട് ആയ ഒരാള്, 2 അവിടെ പുതുതായി ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ പണി ഇങ്ങനെ ഇപ്പൊ അടുത്ത് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള്. 2 ആളും ഒരേ കംപ്ലൈന്റ് നേരാക്കിയാല് ഒന്ന് പെട്ടെന്ന് തീരും, ഒന്ന് കുറെ സമയം എടുത്ത് തീരും, അല്ലേ? എക്സ്പേർട്ട് ആയ ഒരാൾക്ക് സംബന്ധിച്ച് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് അതിന്റെ പ്രോബ്ലങ്ങൾ
ഐഡന്റിഫൈ ചെയ്ത് അത് റിസോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു പുതിയ ഒരാള് അവര് കുറെ ട്രൈ ചെയ്യും, അതാണോ ഇതാണോ പലതും ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് അവസാനം ആ ഒരു സൊല്യൂഷൻക്ക് എത്തുമ്പോഴേക്ക് സമയമാവും, കുറെ സമയം എടുക്കും. റൈറ്റ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്താണ് അങ്ങനെ ചൊല്ലില്ലേ, എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ്. യെസ്, മേക്സ് മാൻ പെർഫെക്റ്റ്. സോ എക്സ്പീരിയൻസ് ആണ് മെയിൻ. അപ്പൊ എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടിയത്? ട്രയൽ എന്നാണ്, ട്രയൽ ആൻഡ് എറർ എന്നാണ് അല്ലെ. അവര് കുറെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അവരും തുടക്കത്തിൽ ഒരുപാട് ട്രയൽ ചെയ്ത് എററായി അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ചെയ്താൽ അത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതിനൊക്കെ അവരെത്തും. So finally, there is a progressive integration and establishment of the response by which the goal is achieved. കൃത്യമായി ഒരു പ്രോഗ്രസീവ് ആയ ഒരു ഇന്റഗ്രേഷൻ അവിടെ ഉണ്ടാവുന്നതാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെസ്പോൺസ് നമ്മളിൽ ഉണ്ടാവുന്നതാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ പറയുന്നത്. ഇപ്പൊ നമ്മള് ലൈഫിൽ എന്തെങ്കിലും കാര്യം ചെയ്തു, അത് പരാജയപ്പെട്ടാല് നമ്മൾ ഈ ഒരു തിയറി ഓർക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്രയൽ ചെയ്തു, അത് എറർ ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ട്രയൽ വീണ്ടും ട്രയൽ ചെയ്യണം അല്ലേ? നമ്മളെ ബൾബ് ആരാ കണ്ടുപിടിച്ചേ? എഡിസൺ ആര്? എഡിസൺ അല്ലേ? എഡിസൺ ആണോ? തോമസ് ആൽവാ എഡിസൺ. അദ്ദേഹല്ലേ ബൾബ് കണ്ടെടുക്കാൻ വേണ്ടിട്ട് എത്ര പ്രാവശ്യമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അറിയോ? അങ്ങനെ കഥ കേട്ടണോ? കഥ കേട്ടണേ, എത്ര പ്രാവശ്യം അറിയില്ല. ചില ആളുകൾ 400 എന്ന് പറയണേക്കാം, ചില ആളുകൾ 1000 പറയണേക്കാം, അങ്ങനെ പല ഇത് പറയണേക്കാം. എന്തോ 1000-ലധികം കണ്ടു. അപ്പം നിങ്ങൾ അരിച്ചേക്കണേ. അപ്പൊ 1-2 എറർ അവിടെ വന്നപ്പോ മൂപ്പരെ നിർത്തിയിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥ എന്തെങ്കിലപ്പോ ഇരുട്ടിലൊക്കെ ഉണ്ടാവും. ഇരുട്ടിൽ നിൽക്കൂല കേട്ടോ, വെറുതെ തള്ളല്ലേ, വേറെ ആൾ കണ്ടുപിടിക്കും. അതെ, അത്രേ ഉള്ളൂ. മൂപ്പര വേറെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ പിന്നെ ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ മണ്ണെണ്ണ വെളിച്ചത്തിലോ അല്ലെ, ഇതിലാരെങ്കിലും മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ചവരുണ്ടോ? ഉണ്ട്. എന്താ വീട്ടിൽ കറണ്ട് പോയപ്പോഴാ? കറണ്ട് പോയപ്പോ. കറണ്ട് ഇല്ലാതെ മണ്ണെണ്ണ വിളക്ക് പഠിച്ചവരുണ്ടോ? അതില്ല, ആരുമില്ലല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതില്. പിന്നെ കറണ്ട് പോയിട്ട് പഠിച്ചൊരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ പഠിക്കാത്തവരും ഉണ്ടാവും ഇതിൽ അല്ലേ. ഇതുവരെ മണ്ണെണ്ണ വിളക്കിന് മുന്നിൽ നിന്ന് പഠിക്കേ ചെയ്തിട്ടില്ല എന്നുള്ളവരില്ലേ? ഉണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൽ ചോട്ടിരുന്ന പഠിച്ചെന്നൊക്കെ കേട്ടില്ലേ നിങ്ങള്? അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊരു മഹത്തരമായ പരിപാടിയാണോ, അതല്ല അത് അങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ എന്താ നിങ്ങൾക്ക് തോന്നിയേ? സിറ്റുവേഷൻ കൊണ്ടല്ലേ. പകല് പഠിക്കായിരുന്നില്ല എന്ന് പറയും ചില. പകല് വേറെ വല്ല പണിക്കും പോയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ രാത്രി ഇന്ന് പഠിച്ചിട്ടുണ്ടാവുക? അതറിയില്ല, എല്ലാരും ചോദിക്കാറുണ്ട് അത്. പിന്നെ പകലൊക്കെ അവർ എന്തെടുക്കായിരുന്നു, പകലിരുന്ന് പഠിച്ചൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. സോ എനിവേ, അതെന്തിനാവട്ടെ, നമ്മുടെ വിഷയമല്ല. സോ ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ ഇതാട്ടോ. അപ്പൊ ഇതിൽ ഈ ബോക്സ് നിങ്ങൾ ബുക്കിലുള്ളതല്ല കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം തൊണ്ടേക്കിന്റെ പസിൽ ബോക്സ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അതായത് തിയറി അദ്ദേഹത്തിന്റെ ഒരു 2-3 ടേംസ് ഉണ്ട് കേട്ടോ അതില്. കണ്ടോ, 3 ടേംസ് ഉണ്ട്. അതിലൊന്ന് ലോ ഓഫ് റെഡിനെസ് ആണ്. വെൻ എനി കണ്ടക്ടിങ് യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട്, അഥവാ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അത് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, ടു അലോ ഇറ്റ് ടു ഡു ഈസ് സാറ്റിസ്ഫൈങ്, അതിനെ നീ പ്രവർത്തിച്ചോളൂ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. നോട്ട് ടു അലോ ഇറ്റ് ടു ഡു സോ ഈസ് അനോയിങ്,
നീ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അനോയിങ് ആണ് ഉണ്ടാവുക. നീ ഉദാഹരണം വെച്ച് പറയാം. നമ്മുടെ ഒരു കുട്ടി കളിക്കാൻ പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാല് ഓക്കെ, നമ്മൾ കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നോട്ട് ടു അലോ ഇറ്റ് ടു ഡു, നീ കളിക്കണ്ട, നീ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അനോയിങ്. അത് കുറച്ച് അലോസരം ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. വെൻ എനി കണ്ടക്ടിങ് യൂണിറ്റ് ഈസ് നോട്ട് റെഡി ടു കണ്ടക്ട്, എപ്പോഴാണോ ഒരാള് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രവർത്തിക്കാൻ തയ്യാറാവാത്തത്, അഥവാ ഒരാൾ കളിക്കാൻ പോകാൻ റെഡി അല്ല അല്ലെങ്കിൽ പഠിക്കാൻ റെഡി അല്ല, ഫോർ ഇറ്റ് ടു കണ്ടക്ട് ഈസ് ഇൻ അനോയിങ്. അഥവാ നീ പഠിക്കണം അല്ലെങ്കിൽ നീ കളിക്കണം എന്ന് പറയുന്നത് അനോയിങ് ആണ്. അഥവാ പഠിക്കാൻ തയ്യാറില്ലാത്തൊരു കുട്ടിയോട് നീ പഠിക്കണം എന്ന് പറയുന്നത് അലോസരം ഉണ്ടാക്കും. ഓൾറെഡി പഠിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പഠിക്കണ്ട എന്ന് പറയുന്നത് അലോസരം ഉണ്ടാക്കും. നീ പഠിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളോട് നീ പഠിക്കണം എന്ന് പറയുന്നതും അലോസരം ഉണ്ടാക്കും. ഓക്കെ, അതൊരു ലോ ഓഫ് റെഡിനെസ്, അഥവാ എന്തിനും ആ സബ്ജക്റ്റിന്റെ റെഡിനെസ് നിർബന്ധമാണ് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാല്. ഇതുള്ളത് തന്നെയല്ലേ അല്ലെ? നമ്മളിപ്പോ ഒരാൾ പറയാണ്, പിന്നെ നമ്മളിങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി സെറ്റായി റെഡി നിൽക്കുകയാണ്, ഫ്രണ്ടിന്റെ കല്യാണത്തിന്. അപ്പോഴാണ് ഹസ്ബൻഡ് അല്ലെ വീട്ടിൽ നിന്ന് പറയണേ, ആ കല്യാണത്തിന് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല, പോണ്ട എന്ന് പറഞ്ഞാല് അനോയിങ് അല്ലെ? അവിടെ നമുക്കൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ മീനിങ്ങിന് താഴെ കൊടുത്തിരിക്കണേ, when an individual is ready to act to respond, doing so is satisfying, while not being able to act is annoying. Okay, conversely, if the individual is not ready to act, being forced to do is irritating. അത് മനസ്സിലായി വിചാരിക്കണം. അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആണ്, the child shall be motivated before begins to teach. അഥവാ കുട്ടികളില്ലേ, നമ്മൾ ക്ലാസ്സിൽ പോയാലേ നേരിട്ട് പുസ്തകം എടുക്കടാ പഠിക്കുക എന്ന് പറയുന്നതിന് മുമ്പേ അവരെ പഠിക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് ചുരുക്കി പറഞ്ഞാല്. അഥവാ പഠന പ്രക്രിയയിലേക്ക് അവരെ കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതില്ലേ, എന്താണ് ഒരു ക്ലാസ് എടുക്കാനുള്ള പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ച ഓർമ്മല്ലേ? നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇല്ല സർ. ആർക്കും ഓർമ്മല്ലേ? ചോദിച്ചിട്ടില്ല? ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മളൊരു വിഷ് ചെയ്യണം, പിന്നെ റാപ്പോ ബിൽഡ് ചെയ്യണം, പിന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എന്നിട്ടാണ് കോണ്ടന്റിലേക്ക് വരേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോഴേക്കാണ് കുട്ടികൾക്ക് നമ്മൾ ആ ഇൻട്രൊഡക്ഷനിലൊക്കെ കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ മോട്ടിവേഷൻ ആണ് കൊടുക്കുക. റൈറ്റ്. സെക്കൻഡ്, പ്രിപ്പറേറ്ററി എക്സസൈസ് വിൽ ഹാസൻ ദ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ്. പ്രിപ്പറേറ്ററി എക്സസൈസുകൾ, അത് മീൻസ് ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള നമ്മളൊരു ഒരു ഒരു എന്താ പറയാ വാർണിംഗ് എക്സസൈസോ അല്ലെങ്കിൽ ഒരു വാമപ്പോ ഒക്കെ കൊടുക്കുക. അതാണ് നമ്മൾ എൻട്രി ആക്ടിവിറ്റി, കർട്ടൻ റേസർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. 3, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് ആൻഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ്. അഥവാ ഇൻട്രസ്റ്റ് ഇൻവെന്ററി, ദാറ്റ് മീൻസ് എങ്ങനെയാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുക, അത്തരം പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരണം. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തണം എന്ന് പറഞ്ഞു. അവർക്ക് എന്തിലാണ് അഭിരുചി എന്നൊക്കെ നോക്കി അവർക്ക് അത്തരം കണ്ടന്റ് അവർക്ക് കൊടുക്കാനൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ് ലോ ഓഫ് റെഡിനെസ്. ഈ ലോ ഓഫ് റെഡിനെസ് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. 2, ലോ ഓഫ് എക്സസൈസ് ആണ്. When a modifiable connection is made between a stimulus and response, other things being equal, that connection's strength increases if it is repeated a number of times. This is called the law of frequency. Repetition and practice strengthening connection between stimulus and response. അതാണ് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഈസി ഡെഫിനിഷൻ. അഥവാ when a modifiable connection is made between a stimulus and response, ഒരു പ്രവർത്തനവും അതിന്റെ റെസ്പോൺസും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായി, ആ കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു ഒരു പ്രവർത്തനത്തിൽ എപ്പോഴും എക്സ്പേർട്ട് ആവല് അതിൽ കൂടുതൽ പ്രവർത്തിക്കുമ്പോഴല്ലേ. ഏതൊരു മേഖലയിലും സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ആരും എക്സ്പേർട്ട് വിളിക്കൂല അല്ലെ? ആ മേഖലയിൽ കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്ത് കുറെ കാലം എക്സസൈസ് ചെയ്ത ഒരാളല്ലേ നമ്മൾ ശരിക്ക് എക്സ്പേർട്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. റൈറ്റ്. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ adequate practice should be undertaken.
അഥവാ ഒരു കുട്ടിനെ നമ്മൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആക്കണമെങ്കിൽ നമ്മൾ അവന് കൺസിസ്റ്റന്റ് ആയി അതിൽ ഒരുപാട് അഡീക്വേറ്റ് പ്രാക്ടീസസ് ഷാൾ ബി ഗിവൺ. കുറെ പ്രാക്ടീസസ് കൊടുക്കണം എന്നാ പറയുന്നത്. നമ്മളൊരു ഒരു ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിലേ, ഒരു ലാംഗ്വേജ് ടീച്ചർ സങ്കല്പിക്കുക, ഒരു കുട്ടിനെ ഒരു റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഇമെയിൽ തയ്യാറാക്കിയാലേ ആ കുട്ടി എക്സ്പേർട്ട് ആവില്ല എന്നുള്ളതാണ്. കുറെ ഇമെയിലുകൾ ആ കുട്ടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കുട്ടി എക്സ്പേർട്ട് ആവുക. ഇത് എല്ലാവർക്കും അറിയേണ്ടതാണ്, പക്ഷെ അതിന് ഇങ്ങനെ ഒരു തിയറിന്റെ പിൻബലമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. 2, പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് ലേൺഡ് ഈസ് നെസസറി. ഇപ്പൊ നമ്മളൊരു ഇമെയിൽ ഉണ്ടാക്കാൻ 5ാം ക്ലാസ് പഠിച്ചു, പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോൾ ഇമെയിൽ ക്വസ്റ്റ്യൻ വരും. പക്ഷെ 5ാം ക്ലാസ് പഠിച്ചതല്ലേ, ഇനിയിപ്പോ എന്തിനാ പഠിക്കണേ എന്നില്ല. നമുക്ക് എപ്പോഴും ഒരു പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം അല്ലെ. 5ന്നും 6ന്നും 7ന്നും 8ന്നും 9ന്നും 10ന്നും അതിന്റെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ അതിൽ എക്സ്പേർട്ട് ആവും. റൈറ്റ്. സോ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അല്ലെങ്കിൽ എന്തൊരു കാര്യം പഠിച്ചാലും അത് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, അതിനെ റിപ്പീറ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോ ഈ കത്തി അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ വാങ്ങിയാല് അത് ഇടയ്ക്കിടക്ക് മൂർച്ച കൂട്ടുന്ന പരിപാടിയുണ്ട് അല്ലേ, അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ കോൺസെപ്റ്റ്, എവറിത്തിങ് ഷാൾ ബി പീരിയോഡിക്കലി റിവ്യൂഡ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരിക്കൽ പഠിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നെ അത് റിവ്യൂ ചെയ്യാതിരിക്കരുത്. അതിലെന്ത് ചെയ്യണം എങ്കിലേ നമുക്ക് അതിൽ മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. നമ്മൾ നീന്തൽ പഠിച്ചിട്ട് ഇനി കുളത്തേക്കേ പോകണ്ട വെച്ചാല് ആ നീന്തൽ നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റൂല. അഥവാ ലോ ഓഫ് എക്സസൈസിന്റെ അണ്ടറിൽ അത് വരൂല. ഇടക്കിടക്ക് നീന്തണം, ഇടക്കിടക്ക് നീന്തി അതിൽ ഇമ്പ്രൂവ് ആയി നമ്മൾ എക്സ്പേർട്ട് ആവണം. അങ്ങനെ ആയാലാണ് അതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ. 3 കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഈസ് നെസസറി. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഒരു പ്രവർത്തനം തുടർച്ചയായി ചെയ്യിപ്പിക്കുമ്പോൾ, പീരിയോഡിക്കലി നമ്മൾ അവർ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തു കൊടുക്കണം, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കൊടുക്കണം. ഈ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള റൂൾ എന്താ? എങ്ങനെ ഒരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കണ്ടേ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും. എങ്ങനെ കൊടുക്കുക? ആദ്യം അവര് പോസിറ്റീവ് കാര്യങ്ങൾ പറയാ, എന്നിട്ട് നെഗറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവ് ആയിട്ട് പറയണം. എവിടെ നിനക്ക് ഇത്ര അറിവിട്ടി? സാർ കൊറേ വട്ടം പറഞ്ഞാണ്. അടച്ചോനെ, വെറുതെ ഇവള് ഭയങ്കര ഞാൻ കരുതി, ഞാൻ മനസ്സിൽ വിചാരിച്ച് എങ്ങനെ ഇവള് പറയണ വിചാരിച്ചു. അന്നും ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ. ഛേ, സാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇനി മേലാൽ 2 കാര്യമുണ്ട്. 1, ഞാൻ ചോദിക്കാൻ പാടില്ല. 2, ഞാൻ ചോദിച്ചാലും ഇതേപോലെ കറക്റ്റ് ആക്കി പറയാൻ പാടില്ല. ഓക്കെ. ഓക്കെ. 4, ബാഡ് ഹാബിറ്റ്സ് ക്യാൻ ബി എലിമിനേറ്റഡ് ത്രൂ ഫോർഗെറ്റിംഗ്. ഇനി ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മറക്കാൻ പഠിപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കല്. നെഗറ്റീവ് ബിഹേവിയർ കട്ട് ചെയ്യാനാണ് പണിഷ്മെന്റ് കൊടുക്കുക. സോ അത് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ ബാഡ് ഹാബിറ്റ് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം എന്നാണ് നമുക്കുള്ള മെസ്സേജ്. മനസ്സിലായോ? ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വരികയാണ്, ആ കുട്ടി ലേറ്റ് ആയിട്ട് വരുന്നത് തുടരാൻ സമ്മതിക്കരുത്. അത് പീരിയോഡിക്കലി റിവ്യൂ ഉണ്ടായാൽ എന്താ പ്രശ്നം? ആ കുട്ടി അതിൽ എക്സ്പേർട്ട് ആവും. എക്സ്പേർട്ട് ആവൂലേ? ആ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചോണോ ആരെങ്കിലും? കോപ്പി അടിക്കാത്തൊരാരെങ്കിലും ഉണ്ടോ? ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. ഇത്ര കാലം കോപ്പി അടിച്ചില്ല? ഇല്ല സർ. വെറുതെ തന്നെ എന്താ ഇതാക്കരുത് കേട്ടോ. സത്യമായിട്ടും ആരാണ് ആളെ കാണാൻ സാധിക്കില്ല? സുഹറ. സുഹറ. അടുത്തുള്ള ആളോട് ചോദിച്ചിട്ടില്ല? ഇല്ല. പടച്ചോനെ, 1 എത്ര 2 എത്ര അതൊന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ പരീക്ഷ എന്താ ചെയ്യല്? അറിയണത് ഏതും ആഹാ. അപ്പൊ അറിയാത്തത് വന്നാലോ? വിടും. പിന്നെ തട്ടിക്കൂട്ടി വരും. അല്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ട് കരുതും കോപ്പി അടിക്കാത്തൊരു തെറ്റാണോ അല്ലേ? അല്ലേ, ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഏതൊരു പഠിച്ച് PG പഠിച്ചോ? ഇല്ല, ഡിഗ്രി വരും. ആ, ഡിഗ്രി പഠിച്ചല്ലേ? ഏതായാലും പിന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഇനി നിങ്ങളല്ല, നിങ്ങളിപ്പോ പഠിപ്പിച്ച് നിങ്ങള് ഇവിടെ എന്താ അറിയോ, സുഹൃത്തുക്കൾ ഒരു പോസിറ്റീവ് എന്താ വെച്ചാല്
ഇനി സുഹറ വർക്ക് ചെയ്യണ്ട അപ്പൊ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. നിങ്ങള് ഇപ്പൊ ഇനി സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ എക്സാം ഒക്കെ ഇടുമ്പോ നമുക്ക് ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞാൻ എക്സാം നടത്തുമ്പോൾ കോപ്പിയടിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ പോലെ വളർന്നതാണ്, പക്ഷെ ഞാൻ ഇതുവരെ കോപ്പിയടിച്ചിട്ടില്ല. ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് എന്റെ ക്ലാസ് ഒരിക്കലും ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് ജോർക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ജോർ പറയും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അത് പറയും വേണം. അങ്ങനെ എന്നിട്ട് അങ്ങനത്തെ കുട്ടികളുണ്ടാവും. ദാറ്റ് മീൻസ് ജോറിനെ പോലുള്ള ഞാൻ ഒരിക്കലും വേറൊരാൾ നോക്കിയതില്ല, എനിക്ക് ഇന്ത്യ ഉള്ളത് മതി. അതാണ് ശരിക്കും ഹീറോയിസം. അങ്ങനെ നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരി, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആദരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുട്ടികളെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യണം കേട്ടോ സോറ. ഇൻഷാ അല്ലാഹ്. കാരണം ബാക്കിയുള്ള ആർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ വളരെ സീരിയസ് പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതല്ല. റൈറ്റ്. ഞാൻ എന്റെ ഫേസിൽ ഇപ്പൊ ചിരിയൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ സീരിയസ് ആണേ. സോ സാറേ എന്തോ വെറുതെ ചോദ്യം ചോദിക്കരുത്. സിലബസ് ഉള്ളിലതാണോ ഔട്ട് ഓഫ് സിലബസ് ആണോ ചോദ്യം? ഔട്ട് ഓഫ് സിലബസ്. ഡോണ്ട് ഡു. നമുക്ക് ഈ റെക്കോർഡിംഗ് ആയിട്ട് പറയട്ടോ. എങ്ങനെ കൂടായ്പകൾ കുട്ടികൾ കാണിക്കുന്നു മനസ്സിലാവുള്ളൂ. നന്നായി കോപ്പി അടിച്ച ഒരാൾക്ക് മാത്രമാണ് എങ്ങനെയൊക്കെ കോപ്പി അടിക്കണം എന്ന് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ അതെ. അതെ. അപ്പൊ സൂറ എന്ത് ചെയ്യും സൂറ? ഞാൻ കണ്ടിരിക്കണ എല്ലാ വിധങ്ങളും. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഞാൻ അതില് പങ്കെടുത്തിട്ടില്ല. അതെ 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 അതെ. ഓക്കെ. അപ്പോ I am proud of being a teacher of Zura, not Adira. നമ്മള് കോപ്പി അടിച്ചില്ലെങ്കിലും എന്തോ ഞങ്ങൾ പറഞ്ഞത് നിങ്ങള് കോപ്പി അടിച്ചു എന്നല്ല പറഞ്ഞത്. അടിച്ചിട്ടില്ല, എന്താ പറഞ്ഞ അടിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞോ? അല്ല, അടിച്ചു എന്നല്ല പറഞ്ഞേ. അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അത് ചോദിച്ചെഴുതിയിട്ടൊക്കെ ഉണ്ട് വൺ വേർഡ്, അല്ലാതെ എന്താ പറയാ അതില്ല. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ സാർ ഞാനുണ്ട് കേട്ടോ. ആരാണ് ഞാനും? ഞാൻ ഇർഫാന. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. ഇർഫാൻ ആദ്യം ക്ലാസ് റെഗുലറായിട്ട് വാ, എന്നാ മാത്രം ഇർഫാന്റെ അഭിപ്രായമൊക്കെ ഇവിടെ അതെന്താണ്? രേഖപ്പെടുത്തുള്ളൂ. അല്ല സാർ, അതെ ഫോൺ വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇയർഫോൺ വെച്ചേക്കാം. അപ്പൊ എനിക്കത് ഓണാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ഫോണും കൊണ്ട് മോൻ പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇർഫാൻ ഇതുവരെ കോപ്പി അടിച്ചില്ല? ഇല്ല, കോപ്പി അടിച്ചിട്ടില്ല. ചോദിച്ചെഴുതിയിട്ടില്ല? ഇല്ല. കൈമെഴുതി കൊണ്ടിട്ടില്ല? ഇല്ല, തുണ്ട് വെച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാം അറിയാം. ഓക്കെ, എല്ലാം അറിയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫർസ എന്ത് സുഹറക്കും ഇർഫാനക്കും ഒരു ബിഗ് സല്യൂട്ട്. നമ്മളെ മുബീനൊന്നും മുണ്ടണില്ല. എന്താ ലാസ്റ്റ് ആര് പറഞ്ഞു കേട്ടില്ല കേട്ടോ. ഞാനൊക്കെ പഠിച്ചിട്ടേ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. മുബീൻ ഇനി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണ്ട, കാരണം വെറുതെ. അപ്പൊ ഇനി ലോ ഓഫ് എഫക്റ്റ് ആട്ടോ മൂന്നാമത്തെ. When a modifiable connection is made between a stimulus and response is followed up by satisfying state of affairs, its strength increases. When followed by dissatisfying state of affairs, its strength decreases. അതിന്റെ താഴത്തെ ഡെഫിനിഷൻ ഉണ്ട്. ബിഹേവിയർ ദാറ്റ് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈങ് കോൺസിക്വൻസ്. നമ്മൾ പ്രവർത്തനം ചെയ്തു, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന് കിട്ടിയതെങ്കിൽ ആർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. നമ്മൾ എന്ത് ചെയ്യും? അതിന് വീണ്ടും വീണ്ടും ആ പ്രവർത്തനം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അഥവാ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ എഫക്റ്റ് നമ്മൾ വീണ്ടും ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. While behavior followed by unpleasant consequences are less likely to occur. അല്ലെ, നമ്മളൊരു കാര്യം ചെയ്തു, നമുക്ക് അൺപ്ലസന്റ് കോൺസിക്വൻസ് കിട്ടിയതെങ്കിലോ നമ്മൾ പിന്നീട് അത് ചെയ്യാനുള്ള സാധ്യത ഇല്ല. റൈറ്റ്. ഇത് നമ്മുടെ ലൈഫിലൊക്കെ എപ്പോഴും സാധിക്കുന്നതാണ്, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യും. അതല്ല സങ്കടമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ അത് ഒഴിവാക്കും, പിന്നെ ചെയ്യാതിരിക്കും. അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആണ്
ജുഡീഷ്യസ് യൂസ് ഓഫ് പ്രൈസ് ആൻഡ് എൻകറേജ്മെന്റ് പ്രൊമോട്ട് ലേണിംഗ്. ഒരു കുട്ടിയില്ലേ, നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി നമ്മളെ ഒരു എന്തോരം ഒരു വർക്ക് കൊടുത്തു സങ്കല്പിക്കുക. ആ വർക്ക് ആരാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എണീറ്റുന്നു, നമ്മൾ എന്തൊരു എഴുതാൻ കൊടുത്തു, ആ എഴുതാൻ കൊടുത്ത് പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൊടുത്തു, അത് പ്രസംഗിക്കണം. അങ്ങനെ ആ കുട്ടി മുന്നോട്ട് വന്നു, പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ പറയാണ്, ഏടോ എന്ത് പ്രസംഗം, അത് ഭയങ്കര മിസ്റ്റേക്കാണ്, ഫുള്ള് മിസ്റ്റേക്കാണ്, അങ്ങനെ നല്ല ഈ പ്രസംഗിച്ചു ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മുന്നിൽ ആ കുട്ടിനെ കുറ്റപ്പെടുത്തിയാല് പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യൂല, ആ കുട്ടി പിന്നെ പ്രസംഗിക്കാൻ വരില്ല, അല്ലെ? അതേ സമയത്ത് പ്രസംഗം നമ്മളൊന്ന് പ്രൈസ് ചെയ്താല്, നമ്മളൊന്ന് അതിനെ മോട്ടിവേറ്റ് ചെയ്താല് എന്ത് ചെയ്യും, ആ വീണ്ടും വീണ്ടും അത് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു എന്താ പറയാ റീസൺ ഉണ്ടാവും. ഞാൻ എനിക്ക് മെന്റൽ ലോക്കിനെ കുറിച്ച് പറഞ്ഞോ? മെന്റൽ ലോക്ക് എന്താ പറയാ, നമ്മൾ ഇത്തരം കാര്യങ്ങളെ ആരെങ്കിലും മുന്നോട്ട് വന്നാല് നിന്നിത് അടിപൊളിയായി, അടുത്ത ഫസ്റ്റ് വരെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ലോക്ക് ഇട്ട് വെക്കാറുണ്ട്. അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് വരും കേട്ടോ. ആൻഡ് പ്രൊവൈഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ശ്രമിക്കുക. ഇപ്പൊ ലോ ഓഫ് എഫക്റ്റില് നമ്മുടെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ എഫക്റ്റ് എന്തായിരുന്നോ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിലോ അത് നമ്മൾ ഒഴിവാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ തിയറിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് തൊണ്ടേക്കിന്റെ തിയറിയാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ മോട്ടോർ ലേണിംഗ് ആൻഡ് ടു ഫോർ ലേണിംഗ് ഇൻ കോംപ്ലക്സ് ടാസ്ക് ഇൻ അൺഫെമിലിയർ സിറ്റുവേഷൻ. അഥവാ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതേ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾക്കാണ്. ഓക്കെ, ശാരീരികമായ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം, അതെങ്ങനെ പഠിക്കാം, അതിൽ കോംപ്ലക്സ് ആയ പ്രവർത്തനങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, അതൊക്കെയാണ് പറയുന്നത്. ഓൾ ഹ്യൂമൻ ലേണിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് ദ ഫിസിക്കൽ ലെവൽ അലോൺ. എല്ലാ പ്രവർത്തനവും നമ്മൾ എങ്ങനെയല്ല, ഫിസിക്കലി അല്ല മനസ്സിലാക്കുന്നത്, കുറെ മെന്റലി ആണ്, അല്ലെ? നമ്മൾ മനസ്സിൽ ഇങ്ങനെ മനസ്സിലാക്കി ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ മെന്റലി നമ്മൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണതായിരിക്കും കുറെ പ്രവർത്തനങ്ങൾ. ചിലതൊക്കെ ഇങ്ങനെ ബിഹേവിയറിസത്തിലൂടെ നമുക്ക് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ. രണ്ട്, ഇറ്റ് റിഡ്യൂസസ് ഇന്റലിജൻസ് ടു ദ കപ്പാസിറ്റി ടു ഫോം SR ബോണ്ട്. ഇവിടെ ഇന്റലിജൻസിന് വലിയ പ്രസക്തി ഇല്ല. കാരണം സ്റ്റിമുലസ് റെസ്പോൺസ്, നമുക്ക് ഇവിടെ സന്തോഷം കിട്ടിയോ നമ്മളത് വീണ്ടും ചെയ്യും, വേറൊരാൾ ചെയ്യണ കണ്ടോ നമ്മളത് ചെയ്യും, അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഇന്റലിജൻസിന് വലിയൊരു പ്രസക്തി ഇല്ല. മൂന്ന്, ലേണിംഗ് ബിക്കം മെക്കാനിക്കൽ. അഥവാ എന്താണോ കണ്ടത് ചെയ്തത് അത് ഓക്കെ ആണെങ്കിൽ അതന്നെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ബുദ്ധി ഉപയോഗിച്ച് അതൊരു ഇംപ്രൂവ്മെന്റ് എന്നുള്ളതിൽ വലിയ പ്രസക്തി ഇല്ല. 4, ഇറ്റ് വിൽ ബി ട്രൂ ഇൻ ആനിമൽ ലേണിംഗ്. അഥവാ മൃഗങ്ങളുടെ ആനിമൽ ലേണിംഗ് നല്ല മൃഗങ്ങൾ ചെയ്യുന്ന പോലെ എന്താണോ കിട്ടിയത് അതന്നെ ഇങ്ങനെ ചെയ്യാം, അല്ലെ? മൃഗങ്ങൾ അങ്ങനെ കയറാം, ബുദ്ധി ഉപയോഗിച്ചാണ്ട് അതിലൊരു മാറ്റം വരുത്തുന്നില്ല. നമുക്ക് പശുവിന് പുല്ലിട്ടിയാൽ ആ പുല്ല് അങ്ങനെ തിന്നുകൊണ്ട് വെക്കും, പുല്ലില്ല അതങ്ങനെ കരയും, അങ്ങനെ അതിൻ്റെതായ റൂട്ട് ഉണ്ട്, ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 5, നോ റെലവൻസ് ഇൻ കോഗ്നിറ്റീവ് സ്കിൽസ്. നമ്മുടെ ബുദ്ധിപരമായ സ്കില്ലിന് യാതൊരു പ്രസക്തി ഇല്ല. ലൈക്ക് തിങ്കിങ്, റീസണിങ്, കോംപ്രഹെൻഡിങ്, ഇമാജിനിങ് എക്സെട്ര. റീസണിങ് അങ്ങനെയുള്ള യാതൊരു ബുദ്ധി പ്രയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്കും തൊണ്ടയ്ക്ക് എന്തിട്ടില്ല. കേൾക്കണില്ലേ? ഒരു സെക്കൻഡ്. ഓക്കെ, ഇടയ്ക്കൊരു കോൾ വന്നേ, അതുകൊണ്ടാട്ടോ. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. അതുകൊണ്ട് കോഗ്നിറ്റീവ് സ്കില്ലുകൾക്ക് യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നോട്ട് സൂറ്റബിൾ ഫോർ ഹയർ ഓർഡർ തിങ്കിങ്. നമ്മുടെ ഒരു മെറ്റാകോഗ്നിഷൻ കേട്ടോ? മെറ്റാകോഗ്നിഷൻ എന്താ? മെറ്റാകോഗ്നിഷൻ ചിന്തയെ കുറിച്ചുള്ള ചിന്ത. നമ്മുടെ സാധാരണ കൊഗ്നിഷൻ ആണ് സാധാരണ ചിന്തകൾ. നമ്മുടെ ചിന്തയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഹയർ ഓർഡർ തിങ്കിങ് എന്നാണ് അതിന് പറയാ, മെറ്റാകോഗ്നിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അതിനൊന്നും ഈ ഒരു തൊണ്ടേക്കിന്റെ തിയറി സൂട്ടബിൾ അല്ല. 7, കോംപ്ലക്സ് ആൾജിബ്രായിക് പ്രോബ്ലംസ് cannot be solved by repeatedly doing the problem. നമുക്കല്ലേ ഈ കണക്ക് ഇതിൽ മാത്സ് എടുത്തോണ്ട് മാത്സിന് ആൾക്കാരുണ്ടോ? നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ആ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ പഠിക്കും. എന്നിട്ട് ടീച്ചർ ഒരു പ്രോബ്ലം ചെയ്തു തരും, അപ്പൊ നമ്മളത് ചെയ്യും. പിന്നെ ടീച്ചർ തരുന്നത് വേറൊരു ചോദ്യകരം, അഥവാ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ച് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെ സൈഡ് പോയിന്റ് കൂടെ കടന്നു പോകണേ വേറെ ക്വസ്റ്റ്യൻ തരും. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. തന്ന ക്വസ്റ്റ്യന് തന്ന അതേ ഇക്വേഷൻ കൊടുത്തിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. എന്നാൽ പുതിയ ഇക്വേഷന്റെ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നാല് നമുക്ക് ചെയ്യാൻ പറ്റൂല. റൈറ്റ്, അങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പൊ അങ്ങനെ ആ ഇക്വേഷനെ മാറി അല്ലെങ്കിൽ ഇക്വേഷനെ ആദ്യം ഒന്ന് ഇത് വേറെ ഇക്വേഷൻക്ക് ഇട്ട് പിന്നെ ഈ ഇക്വേഷൻക്ക് ഇടേണ്ടി വരും.
അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി വേണം അല്ലെ? നമ്മൾ ആ ചെയ്യണ പോലെ തന്നെ ചെയ്ത് നോക്കി ശരിയാവില്ല. സോ അങ്ങനത്തെ ഒരു മെറ്റാകോഗ്നിഷനോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കോംപ്ലക്സ് ആയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസോ ചെയ്യാൻ ഈ തിയറി സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് തൊണ്ടേക്കിന്റെ ഈ തിയറി പ്രകാരം. ഓക്കെ, അപ്പോ തൊണ്ടേക്കിന്റെ തിയറിന്റെ പേരെന്താ? രണ്ടെണ്ണം ഉണ്ട്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ട്രയൽ ആൻഡ് എറർ തിയറി കേട്ടോ. മുന്നോട്ട് പോട്ടെ. എന്താ അതൊരു പവർ ഇല്ലാത്ത? കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൂടെ? കുറെ ഉണ്ട് വെച്ചാല് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക് വേണമെങ്കിൽ. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ ഓക്കെ സർ. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഇവിടെ. റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പാവ്ലോവ്. ഓക്കെ, നിങ്ങൾ സൈക്കോളജിസ്റ്റുകളുടെ പേര് എങ്ങനെ വായിക്കണം എന്നൊക്കെ നോക്കണം കേട്ടോ. തോണ്ടേക്ക്, അതേപോലെ തന്നെ ഇവാൻ പാവ്ലോവ്. ഓക്കെ, ഇവാൻ പാവ്ലോവിന്റെ പ്രൊപ്പോസ് തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, അതില് എന്താ ഇതിലെങ്ങനെ അറിയോ? ആദ്യം ഈ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തൊക്കെ കാണാണ്ട്? നായുണ്ട്, വെള്ളമുണ്ട്, റോപ്പുണ്ട്, വെടയുണ്ട്. പിന്നെ ഇതിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല വിശപ്പുള്ള ഒരു നായനെ അവിടെ കെട്ടിയിട്ടാണ്. ഓക്കെ, ആ നായ്ക്ക് ഭയങ്കര വിശപ്പാണ്. എന്നിട്ട് പിന്നെ നായനക്ക് ആദ്യം നായക്ക് അവിടെ ഇങ്ങനെ വിശപ്പുണ്ടാവും. എന്നിട്ട് ഒരു ബെല്ലടിക്കും. റൈറ്റ്, ആ ബെല്ല് കേട്ടിച്ച് നായക്കൊന്നും ഫീൽ ചെയ്യൂല. റൈറ്റ്, പിന്നെ നായക്കുണ്ടല്ലോ ഇതുമാതിരി ഫുഡ് കാണിച്ചു കൊടുക്കും. അപ്പൊ നായക്ക് സലൈവ വരും. ഫുഡ് കാണുമ്പോൾ നായക്ക് സലൈവ വരും. ആ സലൈവ കളക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് ഇട്ട് കാണണ്ടോ? കണ്ടു. അങ്ങനെ പിന്നീട് ഒരു ബെല്ലടിക്കും, എന്നിട്ട് ഫുഡ് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ നായ്ക്ക് എന്ത് ചെയ്യും? സലൈവ വരും. ആദ്യമൊന്നും ബെല്ലടിക്കുമ്പോൾ ഒന്നും തോന്നൂല. പിന്നെ ബെല്ലടിച്ചാൽ ഫുഡ് കിട്ടുമെന്നുള്ള ആ ഒരു കണ്ടീഷൻ അത് നായക്ക് മനസ്സിലാവും. ബെല്ലടിച്ചാലാണ് ഫുഡ് വരിക എന്ന്. അപ്പൊ നായ്ക്ക് എന്ത് ചെയ്യുന്ന അറിയോ? ബെല്ലടിക്കുച്ച് ഫുഡ് കാണുമ്പോൾ തന്നെ സലൈവ വരും. പിന്നീട് ബെല്ലടിക്കുമ്പോൾ തന്നെ സലൈവ വരും. കാരണം എന്താ? നായ്ക്ക് അറിയാം ബെല്ലടിച്ചാൽ ഫുഡ് കിട്ടും. നായ്ക്ക് മനസ്സിലായി ബെല്ലടിച്ചാൽ ഫുഡ് കിട്ടും എന്ന് നായ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാല് പിന്നെ ഫുഡൊന്നും വേണ്ട, വെറും ബെല്ല് കേട്ടാൽ നായ്ക്ക് എന്ത് വരും? സലൈവ വരും. റൈറ്റ്, ഇതാണ് തിയറിന്റെ ഒരു ബേസ്. അപ്പൊ നമ്മൾ ഇത് കണ്ടീഷൻ ചെയ്യാണ് നമ്മുടെ പ്രവർത്തനത്തിന്. നമുക്ക് ഉച്ചക്ക് ഞാൻ പറഞ്ഞില്ലേ, ലഞ്ച് ബ്രേക്കിന് ബെല്ലടിച്ചാൽ ചോറ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ദിവസം പോയിട്ട് ലഞ്ച് ബ്രേക്കിന് ബെല്ലടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു ബെല്ല് കേട്ടു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് ഇങ്ങനെ വരുമ്പോ നമ്മൾ ബെല്ലടിക്കുന്നു, നമ്മളെല്ലാവരും ചോറിന് പോകുന്നു, ചോറ് കിട്ടുന്നു. പിന്നെയും ബെല്ലടിക്കുന്നു, ചോറിന് പോകുന്നു, ചോറ് കിട്ടുന്നു. അങ്ങനെ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും? ഉച്ചക്ക് ബെല്ലടിച്ചാൽ തന്നെ ചോറ് കിട്ടിയ മാതിരി ഒരു സലൈവേഷൻ, അങ്ങനെ ആ ഒരു ഫീലിംഗ് ഇങ്ങനെ വരും എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയണത്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ കുറെ ന്യൂട്രൽ സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കുറെ സാധനം ഉണ്ട്. ഓരോന്നും ഇങ്ങനെ പതുക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ആദ്യം ന്യൂട്രൽ സ്റ്റിമുലസ് അഥവാ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് അത് ന്യൂട്രൽ റെസ്പോൺസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അഥവാ ആ മുകളിലത്തൊന്നും വേണ്ട, കുറച്ച് താഴ്ത്തി നോക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓൾസോ കോൾഡ് സ്റ്റിമുലസ് സബ്ഷൻ ഉണ്ട്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓക്കെ, അതിൽ കൊടുത്തിട്ടുണ്ടോ ബ്രാക്കറ്റ്? ഫുഡ് കോസിങ് സലൈവേഷൻ ഇൻ ഡോഗ്സ്. അവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ട് ആദ്യം. കാരണം ഫുഡ് കൊടുത്തു സങ്കല്പിക്കുക. അവിടെ ബെല്ലൊന്നുമില്ല, ഫുഡ് കൊടുത്തു, അവിടെ സലൈവേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ ആ ഫുഡ് എന്നുള്ളത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. വെറുതെ ഫുഡ് മാത്രം കൊടുത്തതാണ്. അവിടെ ആ ഫുഡിനെ ബെല്ലുമായി കണ്ടീഷൻ ചെയ്തിട്ടൊന്നുമില്ല. നായനെ, നല്ല വിശപ്പുള്ള നായ നിർത്തി ഫുഡ് കാണിച്ചു കൊടുത്തു. അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അഥവാ ശ്രദ്ധിക്കട്ടോ, ഒരു വിശപ്പുള്ള നായനെ കിട്ടിട്ടു, അതിന് കുറച്ച് മുന്നിലായിട്ട് ഫുഡ് കാണിച്ചു കൊടുത്തു. അപ്പം നായ്ക്ക് സലൈവ വന്നു. റൈറ്റ്, ഈ ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. കാരണം ആ ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ വേറെ, ഞാൻ പറഞ്ഞു ഇത് കണ്ടീഷൻ ചെയ്യും, ബെല്ല് അടിച്ചിട്ട് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞു.
ഇപ്പൊ നമുക്ക് എത്തിയിട്ടില്ല, റൈറ്റ്. അവിടെ ആ പിന്നെ ഫുഡ് എന്നുള്ളത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് മാത്രമാണ്. ഹലോ, ഓക്കെ. അവിടെ നായന്റെ വായയില് സലൈവ വന്നു, അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. വെച്ചാല് ഫുഡ് കണ്ടു, ഇത് വന്നു എന്ന് മാത്രം. സലൈവേഷൻ വെൻ ഫുഡ് ഈസ് പ്രസന്റഡ്. ഓക്കെ, ആ ഒരു ആദ്യം വന്ന സലൈവ എന്നുള്ളത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇനി ബെല്ലടിക്കുകയാണ്. ബെല്ലടിക്കുമ്പോഴും ഇത് കണ്ടീഷൻ ചെയ്തിട്ടില്ല, ഒരു ബെല്ല് മാത്രം കേൾക്കുന്നത്. അതിന് നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ബെല്ലും ഫുഡും നമ്മൾ കണ്ടീഷൻ ചെയ്തു, റൈറ്റ്. സോ കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ദ ബെൽ സൗണ്ട് ആഫ്റ്റർ ബീങ് അസോസിയേറ്റഡ് വിത്ത് ഫുഡ്. ഫുഡും ബെല്ലും നമ്മൾ കണക്ഷൻ ഉണ്ടാക്കി. ബെല്ലടിക്കുന്നു, ഫുഡ് എടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് എടുക്കുന്നു. അങ്ങനെ പിന്നീട് വരുന്നതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പൊ അവിടെ ബെല്ല് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ബെല്ല്. അപ്പം നായന്റെ വായില് ഓൾറെഡി ബെല്ല് കേൾക്കുമ്പോഴേക്ക് എന്ത് വരും പറഞ്ഞു? റെസ്പോൺസ് വരും, അഥവാ സലൈവ വരും. അതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ്. എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും പറയ്, കാരണം ഇത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലായി. നമ്മളൊരു നായനെ നിർത്തി കൂട്ടില്, നല്ല വിശപ്പുണ്ട്, ഫുഡ് വെച്ചുകൊടുത്ത്, ആ ഫുഡ് വെറുതെ വെച്ചുകൊടുത്ത്, ഒരു കണ്ടീഷനിങ്ങും ഇല്ല, റൈറ്റ്. അപ്പൊ ഫുഡ് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഫുഡ് കണ്ടപ്പോ നായ്ക്ക് സലൈവ വന്നു, അവിടെ ബെല്ല വേറെ ഒന്നും കണ്ടീഷൻ ചെയ്തിട്ടില്ല, അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ഈ ഫുഡിന് കൂടെ ചേർക്കുകയാണ്. ബെല്ല് എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിനെ ചേർത്തു. അപ്പൊ പിന്നീട് എടുക്കുന്ന ബെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കാലം എന്നിട്ട് എന്ത് ചെയ്തു? ബെല്ല് ഫുഡ്, ബെല്ല് ഫുഡ്, ബെല്ല് ഫുഡ്, അങ്ങനെ കൊടുത്തു. അപ്പം പിന്നീട് ബെല്ലടിക്കുമ്പോ ലാസ്റ്റ് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ കേൾപ്പിക്കുക, അല്ലെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞു, പിന്നീട് ബെല്ല് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. കാരണം ഫുഡിനെ ഈ ബെല്ലിനോട് കണ്ടീഷൻ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ബെല്ല് കേൾക്കുമ്പോഴേക്ക് തന്നെ നായ്ക്ക് എന്ത് വരും? കണ്ടീഷൻ റെസ്പോൺസ് ആയ സലൈവ വരും. കാരണം ബെല്ല് കേട്ട ഫുഡ് കിട്ടുന്ന ഓൾറെഡി നായ്ക്ക് അറിയാം. ഇത്രയേ ഉള്ളൂ. വളരെ മനസ്സിലായാലും സിമ്പിൾ ആണ്, മനസ്സിലാവാത്തത്തോളം ഇത് ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ നായ്ക്ക് ഈ ഫുഡ് ഇവിടെ പുറത്തോട്ട് കൊടുക്കുക. ആ ഫുഡ് കൊടുക്കുമ്പോൾ നായ്ക്ക് സലൈവ വരും. അതിങ്ങനെ സലൈവ വന്നോ നോക്കാനുള്ള ഒരു ട്യൂബാണ് അതിന്റെ ഈ വായിന്ന് അല്ലെങ്കിൽ അതിന്റെ ഈ കഴുത്തുനിന്ന് ഇട്ടിട്ടുള്ളത്, റൈറ്റ്. ഇതാണ് പാവ്ലോവിന്റെ തിയറി. അതിന്റെ തിയറി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. പിന്നെ അതിന് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം എന്ത് ചെയ്യാണ്? ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് ഏതുവരെ നോക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പോയിട്ടൊന്നുമില്ല, കുറച്ചേ പോയിട്ടുള്ളൂ. ലേണിങ്ങിന്റെ ഡെഫിനിഷനും മീനിങ്ങും മുന്നേ പഠിച്ചതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദെൻ വാട്ട് ആർ ദ നാച്ചർ ഓഫ് ലേണിംഗ്, ഒരു 6 നാച്ചർ കണ്ടു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്. ഓക്കെ, ലേണിങ്ങിന് നിർബന്ധമായും ഉണ്ടാവേണ്ട കുറച്ച് ഫാക്ടേഴ്സിനെ കണ്ടു. ആൻഡ് ലേണിംഗ് തിയറീസിലേക്ക് പോകുന്നു. 2 തരം തിയറീസ് ആണുള്ളത് പറഞ്ഞു. അസോസിയേഷൻ തിയറി, ഫീൽഡ് ഓർ കൊഗ്നിറ്റീവ് തിയറി. അതിൽ തൊണ്ടേക്കിന്റെ കണക്ഷനിസം, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അതിൽ നമുക്ക് എത്തിയിട്ടില്ല, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ആദ്യം SR തിയറി എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അസോസിയേഷൻ തിയറി ആൻഡ് ഫീൽഡ് തിയറി തമ്മിലുള്ള ഡിഫറൻസസ്. തൊണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി, എറർ ലേണിംഗ് ആണ് ഫസ്റ്റ്. അതിൽ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ആ ഒരു പസിൽ ബോക്സ് ഒക്കെ ഒന്ന് കണ്ടു. ഇത് ബുക്കിലുള്ളതല്ല. ദെൻ അതിന്റെ ലേണിംഗ്, അതിലൊരു 3 ലോകളുണ്ട്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട്. ഓക്കെ, അതിന് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ദെൻ ആ തിയറിന്റെ ലിമിറ്റേഷൻസ്. അത് കഴിഞ്ഞ് നേരെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിന്റെ ഇൻട്രോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ട്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ട്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ട്, കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ട്. ന്യൂട്രൽ സ്റ്റിമുലസിനെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആക്കി കൊടുക്കുന്നുണ്ട്, അങ്ങനെ കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ തിയറി എന്തോ ന്യൂട്രൽ ആണോ നാച്ചുറൽ ആണോ? ന്യൂട്രൽ. അത് നാച്ചുറൽ എന്നുള്ള പേരുണ്ടായേക്കാം. ടെക്സ്റ്റില് നാച്ചുറൽ പറഞ്ഞില്ല, അത് വന്നിടയില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്നുള്ളതൊക്കെ നമുക്ക് വന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യണം?
പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്, എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ, ലിമിറ്റേഷൻ, കണ്ടീഷനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോവാനുണ്ട്. എനിവേ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. റൈറ്റ്? ഓക്കെ സർ. ഒരു സെക്കൻഡ് കേട്ടോ. അപ്പൊ ശരി, നമ്മള് ഇന്ന് കുറച്ച് അധികം ആള് വന്നു, അല്ലെങ്കിൽ വന്ന ആള് നല്ല രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.